പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ കേൾക്കുന്ന സകലരിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സാക്ഷിയിലെ തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എൻ്റെ സഹോദരൻ ഹംസ സഹോദരൻ വിഷയം അവതരിപ്പിച്ചപ്പോൾ പല വിഷയങ്ങളിലൂടെ കടന്നുപോയത്. അതിനുള്ള കാരണമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയം യഥാർത്ഥത്തിൽ ഏകവിഷയമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ തന്നെ നിന്നുകൊണ്ട് ഒരു ഖണ്ഡന രീതിയിലേക്ക് തന്നെയാണ് അദ്ദേഹം ആ സ്റ്റാർട്ടിങ്ങിൽ കടന്നുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വിഷയം എടുത്തുകൊണ്ട് ഞാനിപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് നിയമം എന്ന് പറയുന്നത്, പ്രവാചകന്മാരുടെ നിയമം. പ്രവാചകന്മാരുടെ നിയമത്തിനുള്ള അപൂർണത എന്ന് പറയുന്നത് ഓരോ പ്രവാചകന്മാർക്കും ഓരോ നിയമമാണ് എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിനൊരു നിയമം ഉണ്ടാവുള്ളൂ, അത് ദൈവിക നിയമമാണ്. ദൈവത്തിൻ്റെ നിയമമാണ് പ്രവാചകൻ പറഞ്ഞതെങ്കിൽ 2-3 ടൈപ്പ് നിയമങ്ങൾ പ്രവാചകന്മാർ വ്യത്യസ്ത രീതിയിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതിന് പറയുന്നത് ന്യായം എന്ന് പറയുന്നത് പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളെ തിരുത്തി എന്നാണ് പലപ്പോഴും പറയാറ്. അപ്പോൾ ലാസ്റ്റത്തെ പ്രവാചകൻ പറഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ, ബാക്കിയുള്ള പ്രവാചകന്മാർ പറഞ്ഞതൊന്നും സ്വീകരിക്കുന്നതല്ല, അതൊക്കെ തിരുത്തപ്പെട്ടതാണെന്നുള്ള ന്യായീകരണം പലപ്പോഴും ഇസ്ലാം മതവിശ്വാസത്തിൽ കാണാൻ സാധിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്താണ് ഈ നിയമം എന്ന് മനസ്സിലാക്കണം. ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി രാജ്യം ഭരിക്കുമ്പോൾ ആ ഭരണാധികാരിക്ക് ഈ പ്രജകളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു നിയമം വേണം. ഇതിനെയാണ് നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ വ്യക്തികൾക്കും പല നിയമമാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കോടതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഭരണാധികാരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്കെല്ലാം ഒരു നിയമസംഹിത വേണം. അതാണ് ഭരണഘടന എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. IPC ഇത്രാമത്തെ വകുപ്പ് അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത ഇത്രാമത്തെ വകുപ്പ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമുക്കൊരു ഭരണഘടനയുണ്ട്, ഒരു ന്യായപ്രമാണമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഭരണഘടന. ഇതുപോലെ പഴയ കാലഘട്ടങ്ങളിൽ ഭരണാധികാരികൾ, രാജാക്കന്മാർ എങ്ങനെയാണ് ഒരു ഭരണഘടന സെറ്റ് ചെയ്യുക? അവർ ഒരു രാജ്യം പിടിച്ചടക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഒരു ഭരണഘടന വരണം. ഈ ഭരണഘടന അവർക്ക് വേണം എന്നുള്ളത് കൊണ്ട് ഈ ന്യായപ്രമാണം രാജാവ് പറഞ്ഞതുപോലെ സമ്മതിക്കുമോ? ജനങ്ങൾ സമ്മതിച്ചൊന്നും വരില്ല. ഉടനെ അവർ എന്ത് ചെയ്യുമെന്ന് പറയാമോ? അവർ ദൈവത്തിൻ്റെ പേരിലേക്ക് ഈ ന്യായപ്രമാണങ്ങൾ ഇട്ട് കൊടുക്കും. പിന്നെ രാജാവ് എന്ത് പറയുന്നു അതാണ് നിയമം. അത് രാജാവ് പറയുന്നതല്ല, ദൈവം പറയുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഇന്നും തുടങ്ങിയതല്ല, എല്ലാ കാലത്തും. തിരുവിതാംകൂർ രാജ്യത്തെ രാജാവ് മാർത്താണ്ഡവർമ്മ രാജ്യം കൺട്രോളിലാക്കാൻ വേണ്ടി ചെയ്ത ഒറ്റ പരിപാടി എന്നറിയാമോ? രാജ്യം മുഴുവൻ തൃപ്പിടിദാനം ചെയ്തു, അനന്തപത്മനാഭസ്വാമിക്ക് കൊടുത്തു. ഇനി ഞാൻ ദാസൻ മാത്രമാണ്, ഇനി എൻ്റെ ദൈവം അനന്തപത്മനാഭസ്വാമിയാണ്. ഞാൻ പറയുന്ന മുഴുവൻ നിയമങ്ങളും അനന്തപത്മനാഭസ്വാമി പറഞ്ഞതുപോലെയാണ്. എന്നാണ് നിയമം മാറ്റുന്നത്? ഇത് ദൈവിക നിയമമായിരിക്കുമോ? ജാതി വ്യവസ്ഥ കൊണ്ടുവന്നു. ജാതി വ്യവസ്ഥ അനുസരിച്ച് സൂതജനങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടത് തിരുവിതാംകൂർ മഹാരാജ്യത്തിൻ്റെ ചരിത്രമാണ്. മേൽവസ്ത്രം ധരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ചരിത്രം. അപ്പം ഇതെവിടുന്ന് വന്നു? ഇത് ദൈവം കൊടുത്ത നിയമമാണെന്നേ. ഇതുപോലെ തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും ഭരണാധികാരികൾ മതത്തെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അത് എന്താണ് വ്യക്തിയുടെ പേര്? അശോക മഹാരാജാവ് ബുദ്ധമതത്തെ ഉപയോഗിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതം ഉപയോഗിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഇസ്ലാം ഭരണാധികാരികൾ ഉപയോഗിച്ച നിയമത്തിൻ്റെ ഭരണഘടന പേര് ശരീഅത്തിലോ അത് ദൈവത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഒരാളും പിന്നെ മിണ്ടില്ല, ആ നിയമം അനുസരിച്ചു കൊള്ളും. അതാണോ യഥാർത്ഥത്തിൽ ദൈവിക നിയമം എന്നാണ് ചോദ്യം. മോശ ഇതുപോലെ ഒരു നിയമം കൊടുത്തു, ഇസ്രായേൽ ജനത്തിന് കൊടുത്തു, ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകിയതാണെന്ന് പറഞ്ഞു. ആ നിയമം യഥാർത്ഥത്തിൽ ദൈവിക നിയമമാണോ എന്നാണ് ചോദ്യം. ദൈവത്തിൻ്റെ നിയമത്തിൽ നിന്ന് ഈ നിയമങ്ങൾക്ക് അപൂർണതകളുണ്ട്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതാണ് ന്യായപ്രമാണത്തിൻ്റെ ബലഹീനത എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ഈ മോശയുടെ ന്യായപ്രമാണത്തിനെ ഒന്നൊന്നായി പൊളിച്ചെടുക്കുന്നത് ബൈബിളിൽ കാണാം. സഹോദരൻ ചോദിച്ചു, മോശ കൊടുത്ത അതേ നിയമം തന്നെയല്ലേ യേശു ക്രിസ്തു നൽകിയത്? ഈ സന്ദർഭം എന്ന രീതിയിൽ പറഞ്ഞു. തൗറാത്തുണ്ടെങ്കിൽ ഇഞ്ചീലിൻ്റെ ആവശ്യമുണ്ടോ? ഒരേ നിയമമാണെങ്കിൽ വ്യത്യാസമുണ്ടെന്നേ. ആ വ്യത്യാസം എന്താണ്? ആ വ്യത്യാസം ദൈവിക നിയമമാണെന്നുള്ളതാണ്. കാരണം യേശു ദൈവമാണ്. അതുവരെയുള്ള സകല പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ബൈബിളിൻ്റെ ഭാഷയിൽ കർത്താവ് അരുളി ചെയ്യുന്നു. മുഹമ്മദിൻ്റെ ഭാഷയിലാണെങ്കിൽ ആയത്തിറങ്ങി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. യേശു ക്രിസ്തു അങ്ങനെയല്ല പറയുന്നത്. യേശു ക്രിസ്തു ദൈവമാണ്, അവൻ ദൈവം അരുളി ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പറഞ്ഞ വാക്ക് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് പ്രത്യേകത. ഞാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്നറിയാമോ? യാഹ് എന്നാണ്. യാഹുവേ എന്നുള്ള പ്രയോഗമാണ് യേശു ക്രിസ്തു ഉപയോഗിക്കുന്നത്. സത്യമായി യാഹ്, ഞാൻ നിങ്ങളോട് പറയുന്നു. അത് മലയിലെ പ്രസംഗം. മോശയ്ക്ക് നൽകിയ ദൈവം മലയിൽ നിയമം നൽകി, ആ നിയമങ്ങൾ ഓരോന്നോരോന്നായി പൊളിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് യേശു ക്രിസ്തു പറയുന്ന കാര്യമുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെ നിയമത്തെ റദ്ദാക്കുകയല്ല പൂർത്തീകരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ്
പൂർത്തീകരിക്കുന്നത് കാണാൻ സാധിക്കും. പൂർത്തീകരിക്കല പ്രക്രിയ. ഒന്നാമത്തത്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഏകദൈവമാകുന്നു, ഈ ദൈവത്തെ മാത്രം ആരാധിക്കാവൂ എന്ന രീതിയിലാണ് മോശയ്ക്ക് കൊടുത്തത്. യേശുക്രിസ്തു പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവവചനം ആരടുക്കിലേക്ക് വന്നവർ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടും. നിങ്ങളൊക്കെ ദൈവ മക്കളാണ്. ഇതുവരെ നിങ്ങൾ ദൈവത്തിന്റെ അടിമയെന്ന് പറഞ്ഞുകൊണ്ട് ആരാധിച്ചില്ലേ? മതി. ദൈവം, പിതാവായ ദൈവം ആരാധിക്കൂ. നിന്റെ അപ്പനാണ് ദൈവം, നിന്നെ സൃഷ്ടിച്ചവൻ, നിന്റെ സൃഷ്ടാവ്. നിന്നെ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കൂ. എന്നാണ് യേശുക്രിസ്തു നൽകിയ അധികാരം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നാമം വെറുതെ ഉപയോഗിക്കരുത്. നിങ്ങൾ ആണയിടരുത്, വ്യാജമായി ആണയിടരുത്. കർത്താവിൻ്റെ ചെയ്ത ശബ്ദം നിറവേറ്റണമെന്ന് പൂർവികന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. മോശയോട് കൽപ്പിച്ച കാര്യമാണ് പറയുന്നത്. മോശയുടെ പ്രമാണം അത്. എന്നാൽ ഞാൻ നിങ്ങൾ പറയുന്നു, ആണയിടുകയരുത്, സത്യം ചെയ്യരുത്. എനിക്കറിയാം ഖുറാനിലെ അള്ളാഹു ലാസ്റ്റ് സത്യം ചെയ്യുന്നതാണ് സാധിക്കും. സത്യം ചെയ്യാൻ പാടില്ല. ആരെ കൊണ്ട് സത്യം ചെയ്യും? അബ്രാഹത്തിന് വാഗ്ദാനം കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ദൈവം എനിക്ക് മീതെ വേറെ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ ആരെ കൊണ്ട് ശപഥം ചെയ്യുന്നില്ല, ഞാൻ എന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്യുന്നു. സത്യം ചെയ്യരുത്. കാരണം നീ നുണ പറയുന്നവനാണെങ്കിൽ മാത്രമേ സത്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സത്യമാണ് സത്യമാണ് എന്ന് പറയേണ്ടത്. യേശുക്രിസ്തു പറയാണ്, ആണയിടുകയരുത്, സത്യം പറഞ്ഞാൽ മതി. നിങ്ങളുടെ വാക്കുകൾ അതെങ്കിൽ അതെ, അല്ല എങ്കിൽ അല്ല. പിന്നെ സത്യമാണെന്ന് പറയാൻ വേണ്ടി പിന്നെ ആണയിടേണ്ട ആവശ്യമുണ്ടോ? യേശു ചോദിക്കുക. മൂന്നാം പ്രമാണം സാപത്തിന്റെ എങ്ങനെയാണ് സാപത്ത് അനുഷ്ഠിക്കേണ്ടതെന്ന് മോശ പറയുന്നുണ്ട്. യേശു എന്തെന്ന് പറയുമ്പോൾ സാപത്ത് മുഴുവൻ ലംഘിക്കുന്നതാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ സാപത്തിന് പൂർത്തീകരിക്കുക. പണിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യേശു അവിടെ നന്മ പ്രവൃത്തി ചെയ്യുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു. ഇതാണ് യഹൂദന്മാർക്ക് ഇടർച്ചയായത്, അവനെ കൊല്ലാൻ കാരണം. ഇവൻ എന്ത് പണിയാണ് കാണിക്കുന്നത്? ഞങ്ങളുടെ നിയമത്തിൽ ദൈവം, ഞങ്ങളുടെ നിയമത്തിൽ മോശയോട് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന കാര്യം ചെയ്യരുതെന്നാണ്, നന്മ ചെയ്യരുതെന്നാണ്, വെറുതെ ഇരിക്കണമെന്നാ. ഇവന്റെ പണിയെടുക്കുന്നു, നന്മ ചെയ്യുന്നു. യേശു ചോദിക്കുന്നുണ്ട്, എൻ്റെ ദൈവം, പിതാവായ ദൈവം പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തന നിരതനാണ്. ഇതാണ് പറയുന്നത്. അപ്പം ഇതേപോലെ ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു. മോശ അങ്ങനെ നിയമം കൊടുത്തു. മോശ പറഞ്ഞത് എന്താ? വ്യഭിചാരം ചെയ്യുക എന്നാണ് സാധനം പറഞ്ഞത്. പക്ഷെ ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു. ഇതാണ് യേശു പറഞ്ഞ നിയമം. ഇനി വിവാഹം എന്ന സങ്കല്പത്തിൽ വരുമ്പോൾ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. മോശ അത്രേ പറഞ്ഞുള്ളൂ. കാരണം എന്താ? അന്യന്റെ ഭർത്താവിനെ മോഹിക്കാം. ബഹുഭാരിത്വമുള്ള ജനതയാണ് ഇസ്രായേൽക്കാരെ. അന്യന്റെ ഭർത്താവിനെ മോഹിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അന്യന്റെ ഭർത്താവിനെ മോഹിക്കുന്നവന് 2 ഭാര്യ ഉണ്ടെങ്കിൽ ഒരു ഭാര്യ മറ്റു ഭാര്യയുടെ ഭർത്താവിനെ മോഹിക്കാം. അപ്പോൾ അത് ചെയ്യാമെന്ന് മോശയ്ക്ക് കൊടുത്ത നിയമം. യേശു പറഞ്ഞു, നോ, അത് ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നു, ഡിവോഴ്സ് ചെയ്യുന്നു, നിയമപ്രകാരം തലാഖ് ചൊല്ലി ഡിവോഴ്സ് ചെയ്യുന്നു, വീണ്ടും വേറെ വ്യക്തി ആ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു പറഞ്ഞാൽ നിയമപരമായ വ്യഭിചാരമാണത്. ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. യേശു പഠിപ്പിക്കുക. യേശു പറഞ്ഞ ഒരു പുരുഷന്റെ സ്ത്രീ മതി, അവരൊരുമിച്ച് ജീവിച്ചോളണം, അതിനുള്ള കൃപ ദൈവം തരും. അപ്പോൾ വിവാഹം ഡിവോഴ്സ് ചെയ്ത് വീണ്ടും വിവാഹം കഴിച്ചാൽ അത് വ്യഭിചാരമാണെന്ന് യേശു പഠിപ്പിക്കുന്നു. മോശം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോ പ്രമാണങ്ങളെയും യേശു ക്രിസ്തു വ്യക്തമായി മോശയുടെ പ്രമാണങ്ങളെ അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ദൈവിക നിയമമാണെന്നേ, ദൈവിക നിയമമാണ്. അതാണ് അതിന് പൗലോസിലേക്ക് എടുത്ത് പറയുന്നത്. ആ ദൈവിക നിയമത്തിൽ പറയുന്നത് പുരുഷനെന്നോ സ്ത്രീ എന്നോ, യഹൂദനെന്നോ യവനെന്നോ, സ്ത്രീ എന്നോ പുരുഷനെന്നോ, അടിമയെന്നോ ഉടമെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഇതാണ് പുരോഗമനം. ഇന്ന് ലോകം ഒരു പുരോഗമനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, പുരോഗമന ആശയങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, അതാദ്യം പറഞ്ഞ വ്യക്തി യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു പറഞ്ഞതിനപ്പുറത്തേക്ക് പോയാൽ അവിടെ പരാജയപ്പെടും. ഇതാണ് ദൈവിക നിയമം. അത് എല്ലാവരും ഹൃദയത്തിലുണ്ടെന്നേ. ഇന്നൊരു ദളിത് സ്ത്രീ രാഷ്ട്രപതിയായിട്ട് ഇരിക്കുക, ഇത് ഹിന്ദുത്വ നിയമമാണ്. ഒരു ദളിത് സ്ത്രീ രാഷ്ട്രപതിയായിരിക്കുന്നത് ഹിന്ദുത്വ നിയമമാണ്. അല്ല, ഹിന്ദു മതത്തിൽ ദളിത് സ്ത്രീ രാഷ്ട്രപതി ആവില്ല. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു നിയമമുണ്ട്. എല്ലാവരും തുല്യരാണ്, അടിമയും ഉടമയും തുല്യരാണ്, ദളിതനും ബ്രാഹ്മണനും തുല്യരാണ്. ആ നിയമം ആര് പഠിപ്പിച്ചു കൊടുത്തു? ക്രിസ്ത്യൻ മിഷണറിമാർ സ്കൂളുകൾ തുടങ്ങി നായരെയും നമ്പൂതിരെയും പറയനെയും പുലയനെയും ക്രിസ്ത്യാനെയും മുസ്ലിമിനെയും ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുത്തി പഠിപ്പിച്ചതിനെ ഗുണം. കാരണം അത് യേശു പറഞ്ഞ നിയമ ഇവർ ഒന്നാണെന്നുള്ള കാര്യം അതറിയാവുന്ന മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി ദൈവിക നിയമം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ അവനത് അനുസരിക്കും. അതാണ് ഹിന്ദുത്വ ലോ അനുസരിച്ച് ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ് രാഷ്ട്രപതിയായിട്ട് ദളിത് സ്ത്രീ വെച്ചിരിക്കുന്നത്. തൃശ്ശൂർ നാട്ടിൽ മുസ്ലിങ്ങൾ 2, 3, 4 കെട്ടണമെന്ന് കാണില്ല. കാരണം ക്രിസ്ത്യാനി കാണിച്ചു കൊടുക്കണം, ഇതാണ് ഒരു പുരുഷനൊരു സ്ത്രീ. അത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് ദൈവിക നിയമമായതുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും അവരുടെ നിയമം അനുസരിച്ച് എത്ര വേണം കെട്ടാം. പക്ഷെ അവരനുസരിക്കില്ല. ഈ ദൈവിക നിയമത്തിലേക്ക് പോവുക. ഇതാണ് പുരോഗമനം എന്ന രീതിയിൽ വരുന്നത്. ഇതാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ ശില്പീകരണം. അതാണ് ഭരണഘടന ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ ലോ ഉപയോഗിച്ചിട്ടാണ്. എന്താ കാരണം? അത് ദൈവിക നിയമമായിട്ട് വരിക. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ എന്താണ് യേശു പറഞ്ഞ നിയമം എന്ന രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേറെ കാര്യം യേശു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ യേശുവിൻ്റെ നിയമം?
യേശുവിൻ്റെ നിയമത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടും ഭക്ഷിക്കുക, ഉള്ളിലേക്ക് പോകുന്നതല്ല ഒരുവൻ അശുദ്ധനാക്കുന്നത്, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. പന്നി കഴിച്ചാൽ പാപമാകുമോ? പശു കഴിച്ചാൽ പാപമാകുമോ? ഇതാണ് ജനം ചോദിക്കുന്നത്. ഒരു സ്ഥലത്ത് പശു കഴിച്ച പാപമാണെന്ന് പറയും, ഒരു സ്ഥലത്ത് പന്നി കഴിച്ച പാപമാണെന്ന് പറയും. അപ്പോൾ ഇതൊന്നും പാപത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതല്ല. ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് എന്തോ അതാണ് പാപം എന്ന് യേശു പഠിപ്പിച്ചു. മോശ അങ്ങനെ പഠിപ്പിച്ചു. മോശയെ സംബന്ധിച്ചിടത്തോളം ഒട്ടകത്തെ തിന്നുന്നത് പാപമാണ്. മോശയെ സംബന്ധിച്ചിടത്തോളം പന്നിയെ തിന്നുന്നത് പാപമാണ്. മോശയെ സംബന്ധിച്ചിടത്തോളം മൊയലിനെ തിന്നുന്നതും പാപമാണ്. നിങ്ങളത് സമ്മതിക്കോ? ഒട്ടകത്ത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? അപ്പോൾ മുഹമ്മദ് പഠിപ്പിച്ചത് തെറ്റുപറ്റി. അപ്പോൾ ആർക്കാ കുഴപ്പം? ദൈവത്തിനാണോ കുഴപ്പം? അപ്പോൾ യഥാർത്ഥ ദൈവിക നിയമം ഉണ്ടായിരിക്കുമ്പോൾ ആ നിയമം എന്താണെന്ന് മനുഷ്യൻ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന മാറ്റത്തിന് കാരണം. അടുത്തത്, അത് യേശു പഠിപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് ജനം കടന്നു വരുന്നത്. നിയമത്തെ പറ്റി പറയാനുള്ളത് അടുത്തത് പറയുന്നത് ജെറുസലേം സൂനോദോസ്. അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായത്തിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി. അദ്ദേഹം വിചാരിച്ച അന്ത്യോക്യയിലെ സൂനോദോസ് അല്ല, ജെറുസലേമിലാണ് സൂനോദോസ് നടന്നത്. ജെറുസലേമിൻ്റെ സൂനോദോസ് എന്ന് പറഞ്ഞാൽ ജെറുസലേം സഭയിലുള്ളിലാണ്. യാക്കോബാണ് ജെറുസലേമിൻ്റെ മെത്രാൻ, അദ്ദേഹമാണ് അധ്യക്ഷൻ. അത് ലീഡ് ചെയ്യുന്നത് പത്രോസ്. അപ്പോൾ ഈ ഒരു അതടക്കണം. അവിടെ നല്ലൊരു ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുന്നു. ആർഗ്യുമെൻറ്റ്സ് എന്താണ്? മോശയുടെ നിയമം അനുസരിക്കണം വേണ്ട എന്നുള്ളതല്ല. ഒരു സംസ്കാരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ യഹൂദ സംസ്കാരം മറ്റ് സ്ഥലങ്ങളിൽ അടിച്ചേൽപ്പിക്കണോ വേണ്ടയോ എന്നാണ് ചോദ്യം. അതാണ് യഥാർത്ഥത്തിൻ്റെ ചർച്ചാ വിഷയം. യഹൂദന്മാരുടെ നിയമങ്ങളും യഹൂദന്മാരുടെ കൾച്ചറും അങ്ങനെ തന്നെ ഗ്രീക്കുകാർക്ക് അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ മേൽ അടിച്ചേൽപ്പിക്കണോ വേണ്ടയോ, അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഇന്ന് ലോകം മുഴുവൻ, അത് നോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ലോകം മുഴുവൻ സംസ്കാരമെല്ലാം ദൈവത്തിൻ്റെ ആണെന്നേ. എല്ലാ മനുഷ്യരും പല രീതിയിൽ ജീവിക്കുക. സംസ്കാരം എല്ലാം ദൈവത്തിൻ്റെയാണ്. ദൈവത്തിനെയാണ് കൊടുക്കേണ്ടത്, സംസ്കാരത്തെ മാറ്റില്ല. അറബി സംസ്കാരം ലോകം മുഴുവൻ വ്യാപിച്ചോളം നിയമമൊന്നുമില്ല. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ സംസ്കാരങ്ങളുണ്ട്. അവിടേക്ക് കടന്നു ചെല്ലുന്നത് ദൈവമാണ്. ദൈവം കടന്നു ചെല്ലുമ്പോൾ, ക്രിസ്തു കടന്നു ചെല്ലുമ്പോൾ ആ സംസ്കാരത്തെ വിശദീകരിച്ച് ആ സംസ്കാരത്തെ നിലനിർത്തും എന്നുള്ളതാണ് ജെറുസലേം കൗൺസിലിൻ്റെ വിഷയം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ജെറുസലേമിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്തുകൊണ്ടാണ് പൗലോസിനോട് വീണ്ടും നിയമം അനുസരിക്കാൻ പറഞ്ഞത്? പൗലോസിനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ യവനരുടെ അടുത്ത് പോകുമ്പോൾ യവനെ പോലെയായി, യഹൂദരുടെ അടുത്ത് ചെന്നപ്പോൾ യഹൂദന്മാരെ പോലെയായി. ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു മിഷണറി ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരെ പോലെ ആവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഗ്രീക്കുകാരനായ, അതായത് റോമൻ പൗരനായ പൗലോസ് ഇവിടേക്ക് വരുമ്പോൾ, ജെറുസലേമിലേക്ക് വരുമ്പോൾ തല മുട്ടയടിച്ച് യഹൂദനായിക്കൊണ്ട് സംസാരിക്കുന്നത്. എന്നാൽ ഗ്രീക്കിൽ ഏതൻസിൽ സംസാരിക്കുമ്പോൾ അവരുടെ അജ്ഞാതദേവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത്, ഈ അജ്ഞാതദേവനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം, ക്രിസ്തുവിനെ പറ്റി പഠിപ്പിക്കുക. ഇതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ജെറുസലേം സൂനോദോസ് എന്താണെന്നുള്ള കാര്യം അന്ത്യോക്യയിലല്ല സൂനോദോസ്, ജെറുസലേം എന്ന കാര്യം തിരുത്തി പറയുക. ഇനി യേശുവിൻ്റെ കുരിശുമരണത്തെ പറ്റി ആര് പറഞ്ഞു? പ്രവചനങ്ങളിലുണ്ട്. യേശയ്യാ പ്രവാചകൻ മുതൽ പ്രവചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കർത്താവിൻ്റെ ദാസൻ എന്താണെന്നുള്ള കാര്യം. കർത്താവിൻ്റെ ദാസൻ എന്നുള്ള പ്രയോഗത്തിന് കാരണം എന്താ? അതായത് മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അനുസരണക്കേടിനാലാണ് പാപം കടന്നു വരുന്നതെങ്കിൽ അനുസരണത്താലാണ് രക്ഷ കടന്നു വരുന്നത്. അതാണ് അവിടെ കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിലാണ്, മനുഷ്യൻ എന്ന നിലയിലാണ് യേശു ക്രിസ്തു പൂർത്തീകരിക്കുന്നത്. പാപത്തിൻ്റെ മുഴുവൻ ഇതും വന്നുകൊണ്ട് യേശു തന്നെ തൻ്റെ കുരിശുമരണത്തെ പറ്റി 3 തവണ മുൻപേ പറയുന്നുണ്ട്, ഞാനിങ്ങനെ മരിക്കും. രക്ഷയുടെ കാരണം അത്. പത്രോസ് പറഞ്ഞു, നീ മരിക്കരുത്. നോ, ഞാൻ മരിച്ചാൽ രക്ഷ കിട്ടുമെന്നുള്ള അർത്ഥത്തിൽ പത്രോസ് എന്നെ തടയരുത്, സാത്താനെ നീ വിട്ടുപോകുന്നതാണ് പറയുന്നത്. യേശു കുരിശിൽ മരിക്കുന്നതിനെ പറ്റി പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോവുക, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോവുക. കാരണം എന്താ? കുരിശിൽ മരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മുറിവുകളിലാണ് ഓരോ ആത്മാവിൻ്റെയും വാസം. ക്രിസ്തുവിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യാനാണ് ഓരോ ആത്മാവിനെയും നിത്യജീവനിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അപ്രകാരം നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇനി താങ്കൾ പറഞ്ഞ മറ്റൊരു വിഷയം, ബർണ്ണബാസും പൗലോസും തെറ്റി 15-ാം അധ്യായത്തിൽ. അവിടെ തെറ്റിയിട്ടൊന്നുമില്ല, 15-ാം അധ്യായം തെറ്റിയിട്ടൊന്നുമില്ല. പിന്നീട് മിഷണറി മേഖലയിലേക്ക് പോകുമ്പോഴാണ് വേറെ വിഷയങ്ങൾ തർക്കമുണ്ടാകുന്നത്. അപ്പോൾ ജെറുസലേമിലുള്ള നിയമത്തെ പൗലോസിലേക്ക്, അതിന് മുഴുവൻ ഉത്തരവാദിത്വം പൗലോസിലേക്ക് ആരോപിക്കുക. പക്ഷേ നിങ്ങൾ നോക്കിയോളൂ, ജെറുസലേം സൂനോദോസ് കൊടുക്കുമ്പോൾ പൗലോസ് അത്ര പ്രമുഖനായ വ്യക്തിയൊന്നുമല്ല സഭയിൽ. അദ്ദേഹം മിഷണറി പ്രവർത്തനം ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കീഴ്പ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. പത്രോസും യാക്കോബുമാണ് ചർച്ചാ വിഷയം എടുക്കുന്നത്. പൗലോസ് അവിടെയുള്ള വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പൗലോസിന് മിണ്ടാട്ടില്ല, പൗലോസ് നിശബ്ദത. കാരണം എന്നറിയാമോ? അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ തന്നെ കൊർന്നേലിയൂസിന്റെ ഭവനത്തിലേക്ക് പോകുന്ന വിഷയം പത്രോസിലേക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വിജാതീയരെ വേണം എന്നുള്ള വിഷയം അത് ഇപ്രകാരമായിരിക്കണം, അശുദ്ധമായതൊന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷിക്കാൻ കൊടുക്കുന്ന ഭാഗം ബൈബിളിൽ തന്നെ കാണാൻ സാധിക്കും. ഇനി അടുത്തത് ഗലാത്യ ലേഖനത്തിൽ പറയുന്ന വിഷയമാണ്. വായിച്ചു നോക്കൂ, ആദ്യം തന്നെ വായിച്ചു നോക്കൂ. വിജാതീയരോട് സുവിശേഷം പ്രസംഗിച്ചിട്ട് തൻ്റെ പ്രസംഗം തെറ്റുപറ്റിയോ എന്നറിയാൻ വേണ്ടി അത് വ്യക്തമായി ഏറ്റവും പ്രമുഖരായ ജെറുസലേമിലെ മെത്രാനായ യാക്കോബ്,
യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ, സഭയുടെ ലീഡറായ പത്രോസ്, ഈ 3 പേരെയും ഒരുമിച്ചിരുത്തിയിട്ട് പൗലോസ് തൻ്റെ പ്രസംഗം മുഴുവൻ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ കാണാം. ഇതെല്ലാം അവതരിപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു തെറ്റിയിട്ടൊന്നുമില്ലല്ലോ, നിങ്ങൾ പറയുന്നു ഞാൻ പറഞ്ഞു ശരി തന്നെയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ 3 പേരും അവൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് വലത് കരം നീട്ടി കയ്യൊപ്പ് കൊടുത്തുകൊണ്ട് അവനെ ഉയർത്തുന്നതും അവിടെ കാണാം. അതാണ് പോയിന്റ്. അതിനുശേഷം മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റില്ല എന്ന് ഞങ്ങൾ പറയില്ല. മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റും, കർദിനാൾമാർ തിരുത്തും, മെത്രാന്മാർ തിരുത്തും. അങ്ങനെ ഒരു തിരുത്തലാണ് നിങ്ങൾ പിന്നെ കാണുന്നത്. അത്രേ ഉള്ളൂ. അതായത് പത്രോസ് യഹൂദന്മാർ വന്നപ്പോൾ അവരെ ചായ്വ് നിന്ന് വിചാരിച്ച് 2ാം തരം പൗരന്മാരാക്കിയപ്പോൾ നോ, അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പൗലോസ് പറഞ്ഞു വന്നു. നിങ്ങൾക്കറിയാം, അതിന് ശേഷമുള്ള ചരിത്രം എന്ന് പറയുന്നത് 10-12 വർഷക്കാലം റോമൻ മെത്രാനായിട്ടാണ്, അതായത് മാർപ്പാപ്പയായിട്ടാണ് പത്രോസ് ചെല്ലുന്നത്. പൗലോസ് അവിടെ പത്രോസിൻ്റെ കൈകോർത്ത് പ്രസംഗിച്ച വ്യക്തിയാണ്. അവർ മരിക്കുന്നതിന് തിരുനാൾ ആഘോഷിക്കുന്നത് ജൂൺ 29 പത്രോസ് പൗലോസിലേക്കന്മാർ തിരുനാൾ എന്നാണ് പറയാം. AD 30 യേശു മരിച്ചത്. AD 37 സ്തെഫാനോസ് മരിക്കുന്നത്. അതിനുശേഷമാണ് പൗലോസ് കയറി വരുന്നത്. അല്ലാതെ പൗലോസ് അന്യനായ ഒരു വ്യക്തിയൊന്നുമല്ല, അല്ലെങ്കിൽ പത്രോസിന് മീതെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ആ സാഹചര്യത്തിൽ. ഇനി മറ്റു വിഷയങ്ങളെ പിന്നെ കടന്നുപോയി. തൃത്വം എന്നുള്ള വിഷയം, അപ്പോൾ അതൊക്കെ മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാനിത് എടുക്കുന്നില്ല എന്നുള്ളൂ. തൃത്വം എന്താണെന്നൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ തൃത്വം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ബഹുദൈവ ആരാധന, യേശുവിൻ്റെ പ്രബോധനം, അപ്പോൾ നമ്മൾ ഹംസക്ക് ചെയ്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉപരിപ്ലവമായി പറഞ്ഞിരിക്കുക. ഉപരിപ്ലവമായി യേശു ഒരു നിയമം തന്നു, മുഹമ്മദ് ഒരു നിയമം തന്നു, മോശ എന്നൊരു നിയമം, ഇതൊക്കെ ഒന്നാണ്. ആ ഏതാണെന്ന് വെച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, മോശയ്ക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, യേശുവിനെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് മുഹമ്മദ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, മുഹമ്മദ് നൽകിയ നിയമം ഇത്ര വലിയ നിയമമാണെങ്കിൽ എന്നും നിലനിൽക്കപ്പെടേണ്ട നിയമമല്ലേ? അത് ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? അതിൽ പല നിയമങ്ങളും ഇന്ന് റദ്ദ് ചെയ്ത് കളയുകയല്ലേ? അത് ദൈവിക നിയമം എന്ന നിലയിൽ നിങ്ങൾ തന്നെ റദ്ദ് ചെയ്യുന്നില്ലേ? പല നിയമങ്ങളും പഠിച്ചു നോക്കൂ. എന്നാൽ യേശുവിൻ്റെ നിയമങ്ങൾ ദൈവിക നിയമമാണ്. എന്താ തെളിവെന്നറിയാമോ? യേശുവിൻ്റെ നിയമത്തിന് അപ്പുറത്തേക്ക് പറയാൻ ആർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ്. അതാണ് യേശുവിൻ്റെ ദൈവിക നിയമം. യേശു പഠിപ്പിച്ച പ്രബോധനത്തിന് അപ്പുറത്തേക്ക് പോകുവാനോ ഇപ്പുറത്തേക്ക് പോകുവാനോ മനുഷ്യന് കഴിയുന്നില്ല. അതിലേക്ക് പൂർണ്ണതയിലേക്ക് എത്തും വരെ മനുഷ്യനിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ പ്രത്യേകത. അതാണ് പുരോഗമനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ 2ാമത്തെ സെക്ഷനിലാണ് എനിക്കിപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ എനിക്കിപ്പോൾ ചെയ്യാനുള്ളത് ആദ്യത്തെ സെക്ഷനിൽ നമ്മുടെ ജിൻഡോ പറഞ്ഞ വിഷയത്തിൻ്റെ കൗണ്ടറിങ്ങാണ് എനിക്ക് ചെയ്യേണ്ടത്. അദ്ദേഹം അവിടെ വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു. അത് 2ാമത്തെ സെക്ഷനിലും ആവർത്തിച്ചൊരു കാര്യമാണ്, യേശുവിൻ്റെ നിയമം ആണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് ഒരു ആർഗ്യുമെൻ്റ് വെച്ചു. എനിക്ക് ചോദിക്കാനുള്ളത്, യേശുവിൻ്റെ നിയമപ്രകാരം ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ നിയമം ഇന്നുണ്ടോ എന്നുള്ളത് ജിൻഡോ ബ്രദർ കാണിച്ചു തരാം. കാരണം ഒരു കോടതിയിൽ പോലും യേശുവിൻ്റെ നിയമപ്രകാരം ഒരു കേസ് തീർപ്പാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് എവിടെ നടപ്പിലാക്കേണ്ടതാണ്? ഒരു നിയമം നിലനിൽക്കുന്ന നാട്ടിൽ, അതായത് മോശയുടെ പ്രമാണം, ഞാൻ ദൈവികമായിട്ട് പറയുകയാണെങ്കിൽ മോശയുടെ നിയമം, അത് നിലനിൽക്കുന്ന നാട്ടിൽ ജനങ്ങൾ തമ്മിൽ സൗഹാർദ്ദപരമായിട്ട് എടുക്കേണ്ട തീരുമാനമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷമായിട്ടുള്ള നിയമങ്ങൾ. കാരണം എന്താണ്? വിട്ടുവീഴ്ചയാണ്. അതല്ലാതെ കോടതിയിൽ എനിക്കെതിരെ കേസ് വന്നു. കേസ് എന്താണ്? ജിൻഡോ ബ്രദറിനെ ഞാൻ തല്ലി, ഇതാണ് കേസ്. വാദങ്ങൾ നടക്കാണ്. ചോദിക്കാൻ തല്ലിയോ? ഞാൻ പറയും ഞാൻ തല്ലി. കാരണം എന്താ? എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവിടെ യേശുവിൻ്റെ നിയമമാണ് നടപ്പിലാക്കുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല. അവിടെ നിയമം എടുത്തു. തല്ലിയോ? തല്ലി. ജിന്നോട് ചോദിച്ചു, തല്ലിയിട്ടുണ്ട്. ഉടനെ അവരെന്ത് വിധിച്ചു? എങ്കിലും മറ്റേ കവൾ കൊണ്ട് എന്ത് ചെയ്യണം? ജിൻ്റെ ഒന്നീ കാണിച്ചു കൊടുക്ക്. അവിടെ എനിക്കെന്താ നഷ്ടപ്പെടാനുള്ളത്? ഞാൻ ഒരെണ്ണോണിയും കൂടി എന്ത് ചെയ്യും? മറ്റേ കവളത്തടിക്കും. ആർക്ക് കിട്ടി? അതാണ് ഞാൻ പറഞ്ഞത്, യേശുവിൻ്റെ നിയമം ഒരിക്കലും ഒരു നാട്ടിലും പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കാത്തതാണ്. ഏത് നിയമം എടുത്താലും അത് നിലനിൽക്കണമെങ്കിൽ എവിടെയാണത് നിയമം നടപ്പിലാക്കുന്നത്? ദൈവികമായിട്ട് നിയമമുള്ള മോശയുടെ പ്രമാണം നിലനിൽക്കുന്ന ആ രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിന് വേണ്ടി അവർ തമ്മിലുള്ളവരാണ്. അനുരഞ്ജനത്തിൻ്റെ മാർഗം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണത്. അതല്ലാതെ അതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ ജിൻ്റെ ബ്രദർ പറഞ്ഞ കാര്യമാണ് മോശയുടെ നിയമത്തെ വീണ്ടും അദ്ദേഹം ദൈവികമല്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടെ യേശു പറഞ്ഞു? എവിടെ പറഞ്ഞു? അദ്ദേഹം 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സ്റ്റെപ്പായിട്ട് പറയാം, കുഴപ്പമില്ല. പിന്നെ അദ്ദേഹം അവിടെ പറഞ്ഞ ഒരു കാര്യമാണ്, നേരത്തെ പറഞ്ഞ വിഷയത്തിലുള്ളതാണ്, മനുഷ്യനെ പൂർണ്ണനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ആ മനുഷ്യൻ എന്ത് ചെയ്തു? പിശാചിന് അടിമപ്പെട്ടുകൊണ്ട് മോശക്കാരനായി. അങ്ങനെ പിശാചിന് അധികാരം കൊടുത്തു. ആ പിശാച് പിന്നെന്ത് ചെയ്തു? മനുഷ്യനെ പിഴപ്പിച്ചു.
ഇതെന്ത് നിയമമായി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലത്. അദ്ദേഹം നേരത്തെ പറഞ്ഞു, പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അത് എപ്പോഴാണ് സംഭവിച്ചത് എനിക്കറിയില്ല. അതുകൊണ്ട് ഇതിപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ പറഞ്ഞു മനുഷ്യനെ പൂർണ്ണനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ ഭൂമിയിൽ ദൈവത്തിനും അധികാരമില്ല, പിശാചിനും അധികാരമില്ല. മനുഷ്യൻ എന്ത് ചെയ്തു? തെറ്റ് ചെയ്തു, അധികാരം പിശാചിന് കൊടുത്തു. ആ പിശാച് പിന്നെ മനുഷ്യനെ തെറ്റിലാക്കി. ഇതെന്താണെന്ന് പറഞ്ഞ ആ ഒരു ആശയം എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമാണെങ്കിൽ അത് കുഴപ്പമില്ല. പിന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാണ്, ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ കൽപ്പന കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. സുഹൃത്ത്, യേശു പറഞ്ഞെന്താണ്? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സത്യം മനസ്സിലാക്കി സ്വാതന്ത്ര്യമാകും. അതെന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ചെയ്യണമെന്നല്ലേ മോശയ്ക്ക് കിട്ടിയ കൽപ്പന? അപ്പോസ്തലന്മാർ തന്നെ പറയണെന്താണ്? ദൈവം തിരഞ്ഞെടുത്തല്ലേ പ്രവാചകന്മാരെ. ആ പ്രവാചകന്മാർക്ക് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ ആ പ്രവാചകന്മാരെങ്കിലും അത് പാലിക്കണ്ടേ? ഇല്ലെങ്കിൽ ആർക്ക് തെറ്റുപറ്റി? ദൈവത്തിന് തെറ്റുപറ്റി എന്ന് പറയണം. കാരണം എന്താണ്? ഞാനൊരു സ്റ്റാഫിനെ എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ നിയോഗിക്കുമ്പോൾ ആ സ്റ്റാഫിനൊരു ക്വാളിറ്റി ഉണ്ടാകണം. ഞാൻ പറഞ്ഞ് കേൾക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടാകണം. ഇല്ലാത്ത ഒരാൾ ഞാൻ നിയമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ദൈവമാണ് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. ആരാ? പ്രവാചകനായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. വിശ്വാസികളുടെ പിതാവല്ല എബ്രഹാം. എബ്രഹാം ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചു എന്നാണ് പറയുന്നത്. എബ്രഹാം ജീവിച്ച ഏത് മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്തായിരുന്നു എബ്രഹാത്തിൻ്റെ കയ്യിലുണ്ടായ വിശ്വാസം? അത് എവിടെ നിന്ന് കിട്ടിയതാണ്? യാക്കോബിൻ്റെ ലേഖനം വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നില്ലേ? താങ്കൾ വായിക്കാത്തതാണ്, നിങ്ങൾ വായിച്ചു നോക്കുക. ഇതാണ് താങ്കൾ ആദ്യം പറഞ്ഞ വിഷയത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയ 3 കാര്യങ്ങളുണ്ടായുള്ളൂ. അത് 3ഉം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി എന്തിനു വേണ്ടി പറയും. ഇനി താങ്കൾ പറഞ്ഞ ഈ 2ാം സെക്ഷൻ താങ്കൾ പറഞ്ഞ വിഷയത്തിൽ ഞാൻ കിടക്കാണ്ട്, മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് കൽപ്പന വേണമെന്ന് പറഞ്ഞ് താങ്കൾ വളരെ ഇതായിട്ടാണ് പറഞ്ഞു. അതിനാണ് ഇവിടെ നിയമങ്ങളെന്ന്. താങ്കൾ ഞാൻ പറഞ്ഞ വിഷയത്തിന് എവിടെയും കൗണ്ടർ ചെയ്യാതെ ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ ക്രൂശമരണം പറഞ്ഞു, അതിനെ പിന്നെ രക്ഷയാക്കിയത് എങ്ങനെയെന്ന് പറഞ്ഞു. അവിടെ ഒന്നും തൊടാതെ താങ്കൾ ഭൂമിയിലുള്ള കുറേ വിഷയങ്ങളെ കൊണ്ട് ഇവിടെ ഉപമിക്കാൻ വേണ്ടി നോക്കി. അതിൽ പറഞ്ഞ ഒരു കാര്യമാണ്, മനുഷ്യനെ ഇവിടെ നല്ല രീതിയിൽ ആക്കാനായിട്ട് ഓരോ നിയമങ്ങൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ താങ്കൾക്ക് തെറ്റ് പറ്റിയത് എന്താണ്? മനുഷ്യനെ സ്വതന്ത്രമായി കഴിവോട് കൂടിയാണ് മനുഷ്യൻ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മനുഷ്യർക്ക് എന്തുണ്ട്? നല്ലത് തിരഞ്ഞെടുക്കാനും ചീത്ത തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് അവൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഫ്രീ വില്ല്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, പിശാചിൻ്റെ പ്രേരണ മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്നു. ഇവിടെ മനുഷ്യൻ എന്ത് ചെയ്യണം? ദൈവികമായി ജീവിക്കുവാൻ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ കൽപ്പനകളെ പിൻപറ്റണം. അതിൽ ഒരൊറ്റ തെറ്റും കാണില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പന ആയിരിക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട 1ാമത്തെ പോയിന്റ്. അതല്ലാതെ പിശാചിൻ്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് ഒരാൾ പറയുന്നത് ദൈവകൽപ്പന എന്നല്ല പറയേണ്ടത്. അതല്ല നമ്മൾ എടുക്കേണ്ടത്. ദൈവത്തിൽ നിന്നുകൊണ്ട് വന്നതാണ് എന്ന് അന്വേഷണം കണ്ടെത്തണം. എന്നിട്ട് ആ മാർഗത്തെ സമ്പൂർണ്ണമായിട്ട് പിൻപറ്റണം. അത് പിൻപറ്റാത്ത ഒന്നുമില്ല. ദൈവത്തിൻ്റെ കൽപ്പന പിൻപറ്റാത്ത ഒരു കൽപ്പനയും ദൈവം നൽകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യൻ ചെയ്യുന്നില്ല. അതുമായിട്ട് താങ്കൾ ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നത്? നേരത്തെ അവരുടെ ഹൃദയകാഠിന്യം കൊണ്ടത്ര അങ്ങനെ വന്നത്. തീർച്ചയായിട്ടും ദൈവം വളരെ കൃത്യമായിക്കൊണ്ട് ജനത്തിന് കൽപ്പന കൊടുത്തു. മനുഷ്യൻ എന്ത് ചെയ്തു? അത് ലംഘിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ പണിഷ്മെൻറ്റ് കൊടുത്തു. ദൈവം പ്രവാചകന്മാരുമായി പണിഷ്മെൻറ്റ് കൊടുത്തു. ആ പണിഷ്മെൻറ്റ് കൊടുത്തെന്തിനാ? അവൻ ആ തെറ്റിൽ നിന്നുകൊണ്ട് പിന്തിരിഞ്ഞുകൊണ്ട് സമാധാനത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ശാന്തിയുടെ മാർഗത്തിലൂടെ ജീവിക്കാനാ. നമ്മുടെ ഇവിടെ അറിയാമല്ലോ, ഇവിടെ 2 വീലർ ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹെൽമെറ്റ് ധരിക്കണം. ഹെൽമെറ്റ് ധരിക്കണതിനാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. അത് ധരിക്കാതെ വരുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? പോലീസ് എന്ത് ചെയ്യും? ആ ആക്സിഡൻറ്റ് പറ്റി അവനിക്ക് മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ട് ഹെൽമെറ്റ് ധരിക്കാൻ പറഞ്ഞു. അത് ധരിക്കാതെ എനിക്ക് എന്ത് ചെയ്തു? പണിഷ്മെൻറ്റ് കൊടുക്കും. എന്തിനു വേണ്ടി പണിഷ്മെൻറ്റ്? പണിഷ്മെൻറ്റ് കൊണ്ട് ഗവൺമെൻറ് ജീവിക്കാനല്ല. അതല്ല അവിടുത്തെ ഉദ്ദേശം. അവൻ അതെങ്കിലും ഭയന്നുകൊണ്ട് ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യണം. അതാണ് അവിടുത്തെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതുപോലെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പനകൾ കൊടുക്കുന്നു, പണിഷ്മെൻറ്റുകൾ കൊടുക്കുന്നു. ഇതാണ് ചെയ്യുന്ന കാര്യങ്ങൾ. ഈ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് ചേർത്ത് കൊടുത്തൊരു കാര്യമുണ്ട്. മോശയ്ക്ക് കൊടുത്ത തോറ ശരിയാണെങ്കിൽ പിന്നെ ഇഞ്ചിലിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചത്. ചോദ്യം വളരെ നമുക്ക് തോന്നും വളരെ രസകരമാണ്, വളരെ കാമ്പുള്ള ചോദ്യമാണ് തോന്നും. എന്നാണ് മനസ്സിലാക്കേണ്ടത്? തോറ എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രാവർത്തികമാക്കേണ്ടത്? അതിനവനെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ ചിന്തകളിൽ എന്ത് പരിവർത്തനം നടത്തണം എന്ന കാര്യമാണ് യേശു പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്താ പറഞ്ഞത്? വ്യഭിചാരം തെറ്റാണ്, വ്യഭിചാരം ശരിയാണെന്നാണ് യേശു പറഞ്ഞത്? അല്ല. എന്താണോ വ്യഭിചാരത്തിന് നിന്നെ ഘടകമാക്കി പ്രേരണയാക്കുന്നത്, ആ പ്രേരണയിൽ നിന്നുകൊണ്ട് നിനക്ക് മാറുവാൻ നീ എങ്ങനെയാണ് നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്? ഇതാ പഠിപ്പിച്ചു കൊടുത്തത്.
അതുകൊണ്ട് പറഞ്ഞു അന്യൻ്റെ ഭാര്യ നീ നോക്കരുത്, നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കും, അത് വ്യഭിചാരത്തോട് നിന്ന് എത്തിക്കും, അത് തെറ്റാണ്, പോകാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു. കളവിൻ്റെ കാര്യം പഠിപ്പിച്ചു. എന്താ പറഞ്ഞത്? മോഷണം തെറ്റാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു? അന്യൻ്റെ മുതൽ നീ മോഹിക്കരുത്. മോഹിച്ച് എന്ത് സംഭവിക്കും? നീ അത് മോഷ്ടിക്കാൻ വേണ്ടി നോക്കും. അവിടെ പറഞ്ഞ നിയമത്തെ അല്ല യേശു തള്ളിയത്, ആ നിയമത്തെ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന കാര്യത്തെ യേശു പഠിപ്പിക്കുക മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ഒരിക്കൽ പോലും നിയമത്തെ തള്ളിക്കളയുന്ന പ്രവൃത്തി യേശുവിൻ്റെ ഒരൊറ്റ അധ്യാപനത്തിനുമില്ല. ഞാൻ അതാണ് ചോദിച്ചത്. അതേ ശബത്തിൻ്റെ കാര്യം പറഞ്ഞു. എന്താണ് ശബത്തിൽ എന്താ ചെയ്ത്? യേശു അവിടെ കൃത്യമായിട്ട് മറുപടി കൊടുത്തെന്താണ്? നിങ്ങളുടെ കാളക്കുട്ടി കിണറ്റിൽ വീണാൽ നിങ്ങൾ ശബത്ത് നമ്പർ എടുക്കാതിരിക്കുമോ? ഇതല്ലേ ചോദിച്ചത്. യഹൂദന്മാർ മിണ്ടിയോ? അപ്പോൾ അവിടെ എന്താണോ നടപ്പിലാക്കേണ്ടത് അത് കൃത്യമായിട്ട് നടപ്പിലാക്കുവാനുള്ള മാർഗത്തെ യേശു ക്രിസ്തു പഠിപ്പിച്ചെന്നേ ഉള്ളൂ. അതുപോലെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞതും യേശുവിൻ്റെ ഉപമ വിഷയത്തെക്കുറിച്ച് പറയുകയാണ്. യേശുവിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഉപമ അലങ്കാര പ്രയോഗമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. യേശു പറയുന്നത് എന്താണ്? ഉപമയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് യേശു ശിഷ്യന്മാർ പറഞ്ഞില്ലേ, നീ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു. യേശു എന്താ പറഞ്ഞത്? ഞാൻ അവർക്ക് ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കോ ഞാൻ എല്ലാം പഠിപ്പിച്ചു. അങ്ങനെ കേട്ട ആ നിങ്ങളെന്ന് പറഞ്ഞ അവരുടെ വിശ്വാസം നിങ്ങളുടെ ബൈബിളിൽ നിന്നുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത്. അതല്ലാതെ അതിന് എതിര് നിൽക്കുന്ന, അതായത് ഉപമ മാറ്റി കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത ആ ശിഷ്യന്മാർക്ക് എതിരെ പ്രവർത്തിച്ച ആളുടെ വാക്കെല്ലാം സ്വീകരിക്കേണ്ടത്. ഇതാണ് ഞാൻ ആ വിഷയത്തിലൂടെ പറഞ്ഞു വന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആ പ്രമാണത്തെ പൂർത്തിയാക്കി. അതാ പറയുക, പ്രമാണത്തെ നടപ്പിലാക്കേണ്ട കാര്യം അത് ഞാൻ പൂർത്തിയാക്കാനാണ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രമാണത്തെ നടപ്പിലാക്കേണ്ട മാർഗം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർത്തിയാക്കിയെന്നാണ് അതിൻ്റെ അർത്ഥം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ആ പ്രമാണം ആചരിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയും ആചരിക്കണ്ട എന്ന് പറഞ്ഞ വ്യക്തിയോട് നീയും ആചരിക്കുന്നവനാവണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ കാണുന്നത്. അതല്ല യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരിക്കൽ പോലും യേശുവിൻ്റെ മരണത്തോടുകൂടി ന്യായപ്രമാണം കഴിഞ്ഞ് എന്ന് പറഞ്ഞ് കൈകെട്ടി നിൽക്കാനല്ല ചെയ്ത്, അതിലോട്ട് കടന്നു ചെന്നുകൊണ്ട് അവർ ആചരിക്കുന്ന അവസ്ഥ കൃത്യമായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും അടിമ അല്ല എന്ന് പറഞ്ഞു. യഹൂദന്മാർക്ക് അടിമയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. സുഹൃത്ത്, അങ്ങനെയല്ല. അടിമ എന്ന് പറഞ്ഞാൽ ഒരു യജമാനൻ്റെ കൽപ്പനകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന അടിമയാണ്. അവിടെ എന്താണ്? കൃത്യമായിട്ട് യഹൂദന്മാർ തന്നെ മറുപടി പറയുന്നുണ്ട്. എന്താ പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഒറ്റ പിതാവേ ഉള്ളൂ, അത് ദൈവം തന്നെ. ഇല്ലേ? അവരാദ്യം പറഞ്ഞു ഞങ്ങൾ എബ്രഹാമിൻ്റെ മക്കളാണ് എന്നാ വാദം വെച്ചു. അതാരാ പറഞ്ഞത്? യഹൂദൻ. യേശുവിനെ കൈക്കൊള്ളാത്ത യഹൂദന്മാരാണ്. അതുകൊണ്ട് യേശു അവിടെ അവസാനത്തിൽ പറഞ്ഞതാണ്, നിങ്ങൾ പിശാചിൻ്റെ മക്കളാണെന്നാണ് പറഞ്ഞത്. അപ്പം ആരാ പറഞ്ഞത്? കാരണം പറഞ്ഞത്, നിങ്ങൾ പിശാചിന് ഗുണം പറയാണ്, അവൻ ആദ്യം മുതലേ കൊലപാതകനാണ്, നിങ്ങൾക്ക് ആ ഗുണമുണ്ട്, നിങ്ങൾ അതുകൊണ്ട് എന്നെ കൊല്ലുവാൻ വേണ്ടി നോക്കുന്നു. അത് പിശാചിൻ്റെ മാർഗമാണ് കൊലപാതകം ചെയ്യുക എന്നുള്ളത്. ആ മാർഗം നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. അതല്ലാതെ യേശുവിനെ കൊല്ലുന്നത് ദൈവിക മാർഗമാണെന്നല്ല യേശുവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത്ര കൃത്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പറയാതെ ബാക്കി ഇവിടെ മറ്റുള്ള വിഷയങ്ങൾ പോയിട്ട് ഞാൻ പറയുന്ന വിഷയം എന്തായിരുന്നു? ഞാൻ 2-3 പോയിന്റ് അവരോട് കിടക്കാണ്. ഞാൻ പറഞ്ഞ വിഷയം വന്നത് യേശുവിൻ്റെ ക്രൂശിലെ മരണം രക്ഷയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കും. അത് എന്തിനു വേണ്ടി അന്ന് നടപ്പിലാക്കി? അത് ആര് നടപ്പിലാക്കി? എന്താണ് അതിന് കാരണം? അതിനുശേഷം ഇത് ദൈവിക മാർഗത്തിൽ രക്ഷയാണെന്ന് ആര് പഠിപ്പിച്ചു? അത് പഠിപ്പിക്കാൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് നിങ്ങളിന്ന് ന്യായപ്രമാണം ആചരിക്കുന്നില്ല? അത് ആര് നിങ്ങൾ പഠിപ്പിച്ചാണ്? ഇതാണ് ശിഷ്യന്മാരുടെ മാർഗം എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾക്ക് ഇന്ന് ഈ പറയപ്പെട്ട പുതിയ നിയമത്തിൽ തർക്കമില്ലാതെ ഏതെങ്കിലും ഒരു അധ്യായം യേശുവിൻ്റെ സ്വന്തം ശിഷ്യന്മാർ തന്നെ എഴുതിയതാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അവിടെ എല്ലാം തർക്കങ്ങൾ എടുക്കണം. നമ്മൾ ചർച്ചയുടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അവരോട് കടക്കാത്ത ഞാൻ പറഞ്ഞു അത് തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്നാൽ വിശുദ്ധ ഖുർആനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് തന്നെ നെഞ്ചത്ത് കൈവച്ചൊന്നും പറയാൻ പറ്റും, ഇത് പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെ അവതരിച്ചതല്ലാത്ത ഒരൊറ്റ വാക്യം മുന്നിൽ ഖുർആനിൽ ഇല്ല എന്നുള്ളത്. കാരണം പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം ഖുർആൻ്റെ അകത്ത് ഇല്ല എന്ന ബൈബിളിൻ്റെ വിഷയത്തിൽ അങ്ങനെയാണോ? എത്ര ചർച്ച? ക്രൈസ്തവ ലോകത്തെ ചർച്ച ഞാൻ പറയുന്നത്, ഞങ്ങൾ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തെ അല്ല പറയുന്നത്. ക്രൈസ്തവ ലോകം AD 550 വരെ എത്ര പ്രാവശ്യം തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. ഇനി അദ്ദേഹം 2ാമത്തെ സെക്ഷനിൽ തന്നെ പറഞ്ഞ വിഷയത്തിലൂടെ കിടക്കാണ്. ശബത്തിൻ്റെ വിഷയം ഞാൻ പറഞ്ഞു. പിന്നെന്താണ് പറഞ്ഞാൽ വ്യഭിചാര വിഷയം ഞാൻ പറഞ്ഞിരിക്കുന്നു. വിശ്വാസിയുടെ പിതാവ് അത് ഞാൻ പറഞ്ഞു. യഹൂദന്മാരുടെ വിഷയം പറഞ്ഞു. പിന്നെ ബഹുഭാരിത്വം. ഞാൻ ചോദിക്കട്ടെ, ബഹുഭാരിത്വം നിങ്ങൾ യേശുവിൻ്റെ അധ്യാപനത്തിൽ അത് ഞാൻ പറഞ്ഞു അത് അവരെ ഹൃദയകാഠിന്യം കൊണ്ടാണ് നിയമം മാറ്റിയെന്ന് പറഞ്ഞു. ആ ബഹുഭാരിത്വം എന്ന് പറഞ്ഞ് തെറ്റാണെങ്കിൽ വിശ്വാസിയുടെ പിതാവ് എബ്രഹാമിന് എത്ര ഭാര്യമാരുണ്ട് ബൈബിൾ പ്രകാരം? വിശ്വാസിയല്ല ഞാൻ ചോദിക്കുന്നത്, വിശ്വാസിയുടെ പിതാവ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞ വാക്യം എന്താണ്?
നിങ്ങൾക്കെന്താ നിങ്ങൾക്കെന്താ എബ്രഹാമിനെ അംഗീകരിക്കാൻ കഴിയില്ലേ? എബ്രഹാമിൻ്റെ അധ്യാപനം നിങ്ങൾക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതല്ലേ പഠിക്കേണ്ടത്. ആരായിരുന്നു എബ്രഹാം? വിശ്വാസം കൊണ്ട് ഏറ്റവും ഉന്നതി നിന്ന വ്യക്തിയല്ലേ. ആ എബ്രഹാമിന് എത്ര ഭാര്യമാരുണ്ട്? എത്ര അടിമസ്ത്രീകളുണ്ടായിരുന്നു? നിങ്ങൾ എങ്ങനെയാണ് ഇവരെയൊക്കെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുന്നത്? യേശു പറഞ്ഞ നിങ്ങൾ എബ്രഹാമിൻ്റെ മക്കളായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ കൈക്കൊള്ളുമായിരുന്നു. അതായത് എബ്രഹാമിൻ്റെ മാർഗം തീർത്തും ശരിയാണ് എന്ന് യേശു പറയുമ്പോൾ നിങ്ങൾക്ക് എബ്രഹാം ഇല്ല. നിങ്ങൾക്ക് ഏത് എബ്രഹാം, എന്ത് എബ്രഹാം? ഇതാണ് ചർച്ച, ഇതാണ് വിശ്വാസം. നമ്മൾ എങ്ങനെയാണ് വിശ്വാസം സ്വീകരിക്കേണ്ടത്? കൃത്യമായൊരു ഫോർമാറ്റ് വെക്കണം. വിശ്വാസം സ്വീകരിക്കണം. ദൈവിക മാർഗത്തിൽ ഉള്ളവർ ആരൊക്കെയാണ്? ആ മാർഗം പിൻപറ്റിയവരാരാണ്? ആ മാർഗത്തിലൂടെ കടന്നു വരണം. അതല്ലാതെ ആ മാർഗത്തിൽ നിന്നുകൊണ്ട് വ്യതിചലിച്ച് ആ വിശ്വാസത്തിലുള്ളവരെ ചീത്ത പറയും, അവരെ ഉപദേശം തെറ്റാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വാക്കല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. അവിടെ നമ്മൾ വിശ്വാസത്തിൻ്റെ ശരിയും തെറ്റും നമ്മൾ ഉരച്ചു നോക്കേണ്ടത്. ക്യാരക്ടർ നമ്മൾ ഉരച്ചു നോക്കേണ്ടത് അവിടെയാണ്, എത്ര ഉണ്ട് എന്ന് നോക്കേണ്ടത്. അതല്ലാതെ എന്തെങ്കിലും നമ്മൾ വിശ്വസിക്കലല്ല. എനിക്കതാ നിങ്ങളുടെ ഈ ചർച്ചിൽ മുഴുവൻ പറയാനുള്ള എനിക്ക് അത് തന്നെയാണ്. പിന്നെ പറയുന്നത് ഉള്ളിലേക്ക് പോകുന്നതിലല്ല, ഉള്ളിൽ നിന്ന് വരുന്നതിലാണെന്നുള്ളത്. സുഹൃത്തെ, ഞാൻ ചോദിക്കാനുള്ള അങ്ങനെയുള്ള യേശുവിന് ശേഷം പത്രോസികയുടെ മുന്നിൽ ഒരു തളികയിൽ വരുന്നില്ല, ഭക്ഷണ സാധനങ്ങൾ വരുന്നില്ലേ? എന്താ പത്രോസിക പറഞ്ഞത്? എനിക്ക് നിഷിദ്ധമായി, ഞാൻ കഴിക്കില്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഉള്ളിലോട്ട് പോകുന്ന ആർക്ക് പ്രശ്നമുണ്ട്? പത്രോസികക്ക് പ്രശ്നമുണ്ട്. ഉടനെ തുപ്പട്ടിറക്കിക്കൊണ്ട് ദൈവം എന്താ കൊടുത്തത്? ഞാൻ നിനക്ക് വിശുദ്ധമാക്കിയത് നീ എന്ത് ചെയ്യാൻ പാടില്ല? പാടില്ല. അങ്ങനെ കഴിക്കാൻ വേണ്ടി വിശന്നിരിക്കുന്ന വ്യക്തിയാണ്. വിശന്ന് അവശതയിൽ നിൽക്കുന്ന പത്രോസികയുടെ വിഷയം ഞാൻ പറയുന്നത്. ഉടനെ തന്നെ കൈ നീട്ടിയപ്പോൾ ആ തളിക എന്ത് ചെയ്തു? പിന്നോട്ട് പോയി. ഇതെന്ത് സംഭവം എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് കൊർനെല്യോസിന്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് വ്യക്തി കടന്നു വന്നുകൊണ്ട് പറയാണ്, ആളെ വിട്ട് അവിടെ ഇങ്ങനെ സംഭവം കൊർനെല്യോസ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ദർശനം കിട്ടിയിട്ടുണ്ട്, നിന്നെ കാണാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ഉടനെ പത്രോസിക അവിടെ ചെന്നിട്ട് എന്താ പറഞ്ഞത്? ഞാനൊരു യഹൂദനായിട്ടിരിക്കെ എനിക്ക് യഹൂദന്മാരുമായിട്ടല്ലാതെ മറ്റാരുമായിട്ടും എനിക്ക് സമ്പർക്കമില്ല. എന്നാൽ ദൈവം എനിക്ക് തുപ്പട്ടി ഇറക്കിക്കൊണ്ട് വെളിപാട് അറിയിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ ലോകം മുഴുവൻ എല്ലാം അംഗീകരിക്കുന്ന നിലപാട് ആർക്കില്ല? യേശുവിൻ്റെ ശിഷ്യന്മാർക്കില്ല. അവർക്ക് ദൈവം അനുവദിച്ച് മാത്രമേ അവർ കഴിക്കാറുള്ളൂ. ഇതേ സംഭവത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട് പത്രോസിൻ്റെ അടുത്ത്, നീ ഒരു യഹൂദനായിട്ടിരിക്കെ നീ വിജാതീയമായിട്ട് നീ ഭക്ഷണം കഴിച്ചു, നിന്റെ നിയമത്തെ നീ തെറ്റിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള നീ വിജാതീയരോട് മോശ പ്രമാണം ആചരിക്കാൻ പറയുന്നത് എന്താ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ കാരണം? പൗലോസിനൊക്കെ അത് അറിയില്ല. ഇനി പത്രോസ് അവിടെ എന്തുകൊണ്ട് ചെയ്തു? അത് ചർച്ചയുടെ വിഷയം പറയുമ്പോൾ ഞാൻ അതൊന്ന് വിശദീകരിച്ചു തരാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവിക നിയമത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ അപ്പോസ്തലന്മാർക്ക് നിലപാടുണ്ട്. അവർ കൃത്യമായിട്ട് അവരുടെ ജീവിതകാലം മുഴുവനും യേശു പഠിപ്പിച്ച മാർഗത്തിൽ ജീവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് പറയുക. അവിടെ എവിടെയെങ്കിലും യേശുവിൻ്റെ മരണത്തിൽ രക്ഷ എന്നാണ് ഉള്ളത്? പ്രമാണം ആചരിക്കേണ്ട എന്നാണ് ഉള്ളത്? ഇന്ന് താങ്കൾ പറഞ്ഞു ഈ പ്രമാണത്തെ താങ്കൾ തെറ്റാക്കി പറയാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്, അത് മാനുഷികമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണോ ഉള്ളത്? പൗരോഹിത്യത്തിൻ്റെ അടുത്ത് പോയി ചെലവ് വഹിക്കണം എന്നാണ് ആര് പറഞ്ഞത്? യാക്കോബ് പൗലോസിനോട് പറഞ്ഞത്. എന്താ പൗരോഹിത്യം? അത് മനുഷ്യ നിയമമാണോ? അത് മന്ത്രിസഭയാണോ? അത് അല്ല. അത് ദൈവിക ഗ്രന്ഥത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് പൗരോഹിത്യമായിട്ടിരിക്കുന്നത്. യെരൂശലേം ദേവാലയത്തിലിരിക്കുന്നത് അവിടെ ചെന്നുകൂടി ചെയ്യണമെന്ന് പറഞ്ഞത്. എന്ത് ചെയ്യണം? പാപപരിഹാര യാഗമടക്കമുള്ള കർമ്മങ്ങൾക്ക് ചെലവ് നീ വഹിക്കണം എന്നല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതില്ല എങ്കിൽ നിങ്ങൾ ആ വിഷയം നമുക്കത് വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ കൃത്യമാണ് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, യഹൂദന്മാരിൽ എപ്പോഴെങ്കിലും പ്രമാണം വേണ്ടെന്ന് പറഞ്ഞിട്ടോ? ഞാൻ ചോദിക്കുന്നത്, യഹൂദന്മാരോട് യേശുക്രിസ്തു എപ്പോഴെങ്കിലും പ്രമാണം ആചരിക്കേണ്ടതില്ല എന്ന ആശയം പറയണം. ആ ഭാഗം ഒന്ന് പറയണം. ഇനിയെങ്കിലും നിങ്ങളുടെ സമയത്ത് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറഞ്ഞ കാര്യം, യഹൂദൻ എന്നോ യവനെന്നോ വ്യത്യാസമില്ല എന്ന് യേശു പറഞ്ഞു. താങ്കൾ പറഞ്ഞ് ഞാൻ കേട്ടത് അങ്ങനെയാണ്. പൗലോസിൻ്റെ വാക്യമാണെങ്കിൽ എനിക്ക് അതിന് കൗണ്ടറില്ല, ഞാൻ വിട്ടിരിക്കുന്നു. യേശുക്രിസ്തു അങ്ങനെ സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ്, എനിക്ക് യവനെന്നോ യഹൂദനോ വ്യത്യാസമില്ല എന്ന് പറഞ്ഞ വാക്യം ഉണ്ടെങ്കിൽ ആ വാക്യം ഒന്ന് കാണിച്ചു തരാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനത് കേട്ടതിന് തെറ്റാണെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടത് യേശു എന്ന് പറഞ്ഞതുപോലെ തോന്നി. പൗലോസിൻ്റെ ആണെങ്കിലും ഒക്കെ എനിക്ക് വേണ്ടില്ല. പിന്നെ താങ്കൾ പറഞ്ഞൊരു ഏറ്റവും അവസാനത്തെ പോയിന്റ്, പ്രവാചക പുസ്തകങ്ങളിൽ എന്തുണ്ട്? ക്രിസ്തുവിൻ്റെ മരണത്തെ കുറിക്കുന്നു എന്ന് പറഞ്ഞു.
ഏത് ഗ്രന്ഥത്തിൽ, ഏത് വാക്യത്തിൽ, ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് മനുഷ്യരാണ്, ഏത് വ്യക്തികളാണ് ക്രിസ്തുവിൻ്റെ മരണത്തിലെ രക്ഷയെക്കുറിച്ചാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. കൃത്യമായിട്ട് ആ ലാസ്റ്റ് വാക്യം മനസ്സിലാക്കണം. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് സമൂഹമാണ്, ഏത് വ്യക്തിയാണ് ഇത് ക്രിസ്തുവിൻ്റെ മരണത്തെ കുറിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പൗലോസിൻ്റെ ലേഖനങ്ങൾ എഴുതുന്നതിന് മുമ്പ്. ഒരു ക്ലോസ് ഞാൻ വെക്കാണ്. എല്ലാവരെയും, നമ്മുടെ ചർച്ച വീക്ഷിക്കുന്ന എല്ലാവരെയും കൃത്യം സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ഈ ചർച്ച ഒരു ഉപകാരപ്രദമാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. നമ്മളിനി ഖണ്ഡനത്തിന് മറുപടിയാണ്. ഈ ചർച്ചയുടെ പ്രത്യേകത തന്നെ നമുക്കറിയാം. പ്രത്യേകമായിട്ടൊരു വിഷയം പുതിയതൊന്നും അവതരിപ്പിക്കേണ്ട വസ്തുത അദ്ദേഹത്തിനില്ല. കാരണം ബൈബിൾ അധിഷ്ഠിതമായുള്ള ഖണ്ഡനങ്ങളാണ് ഓരോ വിഷയാവതരണങ്ങളുമായും ഖണ്ഡനമായും ഒക്കെ മാറുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ഉത്തരം പറയേണ്ട ഒരു സ്ഥിതിവിശേഷം എനിക്കുണ്ട്. ഞാൻ അതിൽ സംതൃപ്തനാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള വിഷയങ്ങൾക്ക് ഞാൻ ആദ്യം വരിക. ഒന്ന്, യേശുവിൻ്റെ കുരിശുമരണം എങ്ങനെയാണ് രക്ഷയ്ക്ക് കാരണമാകുന്നത് എന്നുള്ള വിഷയമാണ്. അതൊന്നും പഠിക്കേണ്ട ഒരു വിഷയമാണ്. ബലിയർപ്പണം എന്ന രീതിയിലാണ് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുക. പുതിയ നിയമത്തിലേക്ക് അല്ലെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കുക. പക്ഷേ അതിന് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമുണ്ട്, സാറ്റിസ്ഫാക്ഷൻ തിയറി എന്ന് പറയാം, നീതീകരിക്കുക. അതായത് പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, പരിശുദ്ധനും നീതിമാനുമായവന് ലഭിക്കുന്നതാണ് സ്വർഗം. ഇതാണ് ദൈവത്തിൻ്റെ നിയമം, നീതിയുടെ നിയമം. ദൈവം നീതിമാനാണ്. ദൈവം നീതിമാനാണെങ്കിൽ നീതി നടപ്പിലാക്കിയേ തീരും. അപ്പോൾ പരിശുദ്ധനും നീതിമാനുമായി ഭൂമിയിൽ ജീവിക്കുന്നത് ആരോ അവർ മാത്രമേ സ്വർഗം കൈവശപ്പെടുത്താൻ പാടുള്ളൂ. പാപികളായ സകലരും മരിക്കണം, അല്ലെങ്കിൽ നരകത്തിലേക്ക് പ്രവേശിക്കണം. ഇതാണ് നീതിയുടെ നിയമം. ഇനി ദൈവം കാരുണ്യവാനാണ്. കാരുണ്യവാനായ ദൈവം സകല മനുഷ്യരും സ്വർഗത്തിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം നീതിയും കരുണയും തുല്യപ്പെടുത്താൻ സാധിക്കുമോ? ഒരേ സമയം ഒരു ജഡ്ജിക്ക് നീതിമാനും കാരുണ്യവാനും ആകാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. സമയം നീതിമാനും കാരുണ്യവാനുമാണ്. അതുകൊണ്ട് നീതിയുടെ നിയമത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ കാരുണ്യം കാണിക്കേണ്ടത് ദൈവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് ഈ കിണറ്റിൽ വീണ വ്യക്തി മുകളിലോട്ട് കയറുക? കൈകാലിട്ടടിച്ചാൽ എങ്ങനെയും കയറാൻ പറ്റില്ല. നിയമം ഭൂമിയിൽ ജീവിക്കാൻ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ, മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ല. മുകളിലോട്ട് കയറണമെങ്കിൽ ഇത് രണ്ടും ഒപ്പമാക്കണം. കിണറിൻ്റെ അടിഭാഗവും മുകൾ ഭാഗവും ഒപ്പമാക്കണം. ഇതൊപ്പമാക്കണമെങ്കിൽ നീതിയുടെ നിയമത്തെ മുകളിലോട്ട് കൊണ്ടുവരണം. പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന നിയമത്തെ മാറ്റണം. ഇതെങ്ങനെ മാറ്റും? ഇത് മാറ്റാൻ വേണ്ടി യേശു ക്രിസ്തു ചെയ്ത പ്രകാരമാണ്. പരിശുദ്ധനും നീതിമാനുമായ യേശു ക്രിസ്തു പാപത്തിൻ്റെ ശമ്പളമായ മരണം ഏറ്റെടുത്തു. ഇവിടെ നിയമം മാറുക, നീതിയുടെ നിയമം മാറുക. യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിൽ നീതീകരണമില്ല. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതിനാണ് സാറ്റിസ്ഫാക്ഷൻ തിയറി എന്ന് പറയുന്നത്, നീതീകരണം. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം അവിടെ ഇരിക്കുക, ദൈവത്തോട് പറയണേ എനിക്ക് സ്വർഗത്തേക്ക് പ്രവേശിക്കണമെന്ന് പറയുമ്പോൾ ദൈവം പറയണം, നീ കടന്നു വരൂ, ഞാൻ കാരുണ്യവാനാണ്, കടന്നു വരൂ എന്ന് പറയാം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് നീതിയുടെ നിയമം ചോദ്യം ചെയ്യും. വേണമെങ്കിൽ പിശാചെന്ന് വയ്ക്കാം, എങ്ങനെ ഇവർ സ്വർഗത്തിൽ പ്രവേശിക്കും, ഇവൻ പാപിയാണല്ലോ. അങ്ങനെ പറയുമ്പോൾ അത് മറ്റൊരു ചോദ്യം വരിക, നീതിമാനും പരിശുദ്ധനുമായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതിന് എന്താണ് നീതീകരണം? അങ്ങനെ നീതീകരണം ഒന്നുമില്ലാത്തതിനാൽ ഇവന് മേൽ കരുണ ചെയ്യുന്നു, ഇവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് കരുണ. ഇതാണ് നീതിയുടെ നിയമവും കരുണയും തമ്മിൽ ഒരേ സമയം ദൈവം നീതിമാനും കാരുണ്യവാനുമാകുന്നത്. ഇതിനു വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്. ഇതാദ്യം മനസ്സിലാക്കണം. അദ്ദേഹം ചോദിച്ചു, യേശു ക്രിസ്തു കുരിശിൽ മരിച്ചാൽ എങ്ങനെ രക്ഷ കിട്ടും എന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടോ? വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അബ്രാഹത്തിലൂടെയാണ് ക്രിസ്തു ഇത് ദൈവം കാണിച്ചു തരുന്നത്. അബ്രാഹം ഒരു ബലിയർപ്പിക്കാൻ പോവുക. ആ ബലിയർപ്പണം എങ്ങനെയാ? തൻ്റെ മകനായ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോവുക. കാരണം എന്താ? വളരെ വ്യക്തമായി ഇതൊരു പ്രവചനമാണ്. യേശുവിൻ്റെ കുരിശു മരണത്തിൻ്റെ യഥാർത്ഥമായൊരു പ്രവചനം. ദൈവത്തിൻ്റെ മക്കളായ മനുഷ്യനെ, ആ മനുഷ്യൻ മരിക്കുന്നതിന് പകരം ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് മരിക്കുന്നു. ആ കുഞ്ഞാടാണ് ക്രിസ്തു. ഇത് തന്നെ ഇവിടെ സംഭവിക്കുന്നു. അബ്രാഹാം തൻ്റെ മകനെ കൊണ്ടുപോയി മോറിയ മലയിൽ, ജെറുസലേമിൽ, ഇന്നത്തെ ജെറുസലേമിൽ യേശു ക്രിസ്തുവിനെ കുരിശി തറയ്ക്കുന്ന സ്ഥലത്തേക്ക് തന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നു. മോറിയ മല എന്നാണ് ഞങ്ങൾ പറയുക, നിങ്ങൾ പലപ്പോഴും മാറ്റി പറയാറുണ്ട്. മോറിയ മലയിലേക്ക് അബ്രാഹാം തൻ്റെ പുത്രനെ കൊണ്ടുപോകുന്നു. അവൻ വിറക് കെട്ട് ചുമന്ന് കൊണ്ടുപോകുന്നു. യേശുവിൻ്റെ കുരിശാണ്, അതിൻ്റെ പ്രതീകമാണ്. അവിടെ കൊണ്ടുപോയി വിറകുകൾ അടുക്കി തൻ്റെ മകനെ അബ്രാഹാം കൊല്ലുകയാണ്.
ആ കൊല്ലുന്നതിന് പകരം ഇതാ കുഞ്ഞാടിനെ കൊല്ലു എന്ന് പറഞ്ഞുകൊണ്ട് ബലിയർപ്പണത്തിൻ്റെ പൂർത്തീകരണത്തെ അവിടെ കാണിക്കുക. അന്നാണ് നരബലി മൃഗബലിയായി മാറിയത്. അതുവരെ സ്വന്തം മക്കളെ ബാൽദേവന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്ന മനുഷ്യരുണ്ടായിരുന്നത്. അതിനെ ഇതാ നരബലിയെ മാറ്റി മൃഗബലിയിലേക്ക് മാറ്റുന്നൊരു രംഗം അവിടെ ചിത്രീകരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഒരു മുന്നാസ്വാദനം, ഒരു പ്രവചനമായി കാണുകയാണ്. അപ്പോൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിനുള്ള പ്രവചന ഗ്രന്ഥങ്ങൾ കാണും. ഞങ്ങൾ ദുഃഖവെള്ളിയാഴ്ച ഈ പ്രവചന ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കും. ഇന്ന പ്രവചനങ്ങൾ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ പറ്റിയിട്ടുണ്ട്. സങ്കീർത്തനം 22-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ പ്രതിപാദനമുണ്ട്. അവരെൻ്റെ കൈക്കാലിൽ കുത്തി തുളച്ചു, അവർ കുത്തി മുറിവേൽപ്പിച്ചെന്ന് നോക്കി, അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പ്രവചന ഗ്രന്ഥങ്ങളുണ്ട്. ദാവീദിൻ്റെ പുസ്തകം യേശു ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ മരിക്കുമ്പോൾ പാടിയ പാട്ടിതാ, എൻ്റെ കർത്താവേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവം എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. എന്താ കാരണം എന്നറിയാമോ? അതിലാണ് യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള പ്രവചന ഗീതം ഇരിക്കുന്നത്. അതുകൊണ്ടാണ്. ഇനി രണ്ടാമത് പ്രധാനപ്പെട്ട വിഷയം ഞാൻ എടുക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചത്. മോശയുടെ പ്രമാണം അനുസരിക്കരുത് എന്നാണോ ഞാൻ പഠിപ്പിച്ചത്, ഞാൻ പറഞ്ഞത്? അല്ല, അനുസരിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൽ നിൽക്കരുത്. അതിനപ്പുറത്ത് ക്രിസ്തു പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് ചെല്ലണം. അതിലേക്ക് ചെല്ലുമ്പോഴാണ് ചില നിയമങ്ങൾ റദ്ദാക്കപ്പെടുകയും ചില നിയമങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. അതാണ് പ്രത്യേകത. അതാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയുള്ള വസ്തുത അവതരിപ്പിച്ചത്. ഞാൻ പറയാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ നിയമത്തെ പൂർത്തീകരിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരണം. യേശു കുരിശുമരണത്തിലൂടെ നൽകിയത് പരിശുദ്ധാത്മാവിനെയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പരിശുദ്ധാത്മാവിനെ നൽകിയത് പത്രോസ് ലീഗ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. പത്രോസ് ലീഗയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിയത് എങ്ങനെയാണ് കുരിശുമരണത്തിലൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു കുരിശുമരണത്തിലൂടെ നൽകുന്നത് പരിശുദ്ധാത്മാവിനെ. ഈ പരിശുദ്ധാത്മാവ് വന്നാൽ മോശയുടെ ന്യായപ്രമാണമല്ല, അതിനും അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ശരിയായ മനസ്സ്, അതായത് കൽപ്പലകളെല്ലാം നിയമം എഴുതിയിരിക്കുന്നത് ഹൃദയ ഫലകങ്ങളിൽ എഴുതിയിരിക്കുന്ന നിയമത്തെ കാണാൻ സാധിക്കും എന്നുള്ള വസ്തുതയാണ് ഈ പറയുന്ന ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ പുസ്തകം നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒരു പുസ്തകം തന്ന് പ്രവാചകന് തന്ന് ഓരോ കാലഘട്ടങ്ങളിൽ വിടുന്ന ദൈവമല്ല. എന്താ, മനുഷ്യന് അവൻ്റെ ഹൃദയ ഫലകങ്ങളിൽ നിയമമുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവൻ പാലിക്കുന്നേ. നമ്മൾ പലരും കണ്ടിട്ടൊരു സിനിമയായിരിക്കും റോബോട്ട് എന്തിര എന്നുള്ള സിനിമ, രജനീകാന്തിൻ്റെ പടം. വ്യക്തമായി ക്രൈസ്തവ വീക്ഷണം അവിടെ പറയുന്നത്. എന്തിനെന്നുള്ള സിനിമയിലെ ശാസ്ത്രജ്ഞൻ റോബോട്ടിനെ നിർമ്മിക്കുക തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആ റോബോട്ട് പിന്നെ തെറ്റ് ചെയ്യുന്നപ്പോഴാ ശത്രു വന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റി, സോഫ്റ്റ്വെയർ എടുത്തു മാറ്റി ഒരു റെഡ് ചിപ്പ് ഫിറ്റ് ചെയ്തു. ഇതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ഇതാണ് സംഭവം. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവിക സത്തയെ, പരിശുദ്ധാത്മാവിനെ മാറ്റി പിശാച് അവൻ്റെ ഉള്ളിൽ പാപം ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ആ റോബോട്ട് ചെയ്യുന്നത് മുഴുവൻ തെറ്റാ. ആരുടെ കുഴപ്പം? സൃഷ്ടാവിൻ്റെ കുഴപ്പമാണോ? അല്ല. റോബോട്ടിൻ്റെ കുഴപ്പമാണോ? അല്ല. അതിൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, ഞാൻ പാപികളെ തേടി വന്നു, നീതിമാന്മാരെ തേടി വന്നു എന്നല്ല, പാപികളെ തേടി വന്നു. പിടിക്കപ്പെട്ട വ്യഭിചാരനെ അവൻ്റെ മുമ്പിൽ വന്ന് കിടക്കുമ്പോൾ അവൻ പറഞ്ഞതെന്നറിയാമോ? അവർ മുമ്പിൽ ന്യായവിധി ചെയ്യാൻ നിൽക്കുമ്പോൾ അവനോട് പറഞ്ഞത്, മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം, കൊല്ലൂ. അപ്പോൾ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ പാവമില്ലാത്തവർ കല്ലെറിയട്ടെ. മോശയുടെ പ്രമാണം അസാധുവാണ്. അവിടെ പാപമില്ലാത്തവർ കല്ലെറിയട്ടെന്ന് പറഞ്ഞൊരു മോചിപ്പിക്കുക ചെയ്യണത്. പിന്നെ യേശു നിങ്ങളാരും കൊന്നില്ലേ, എന്നാൽ ഞാൻ കൊല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് യേശു കൊല്ലുകയാണോ ചെയ്തത്? ഇതാണ് പ്രത്യേകത. ഇതാണ് ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തി നിയമജ്ഞൻ, നിയമം പഠിച്ചവൻ, ന്യായപ്രമാണം പഠിച്ച വ്യക്തി യേശുവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ന്യായപ്രമാണം അത് പാലിക്കുന്ന വ്യക്തിയെ ഞാൻ, എന്താണ് സ്വർഗത്തിൽ പോകാൻ വേണ്ടേ, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടേ? ഉടനെ യേശു പറഞ്ഞു, നീ നിയമജ്ഞനല്ലേ, നീ ഒന്ന് പറയും. പിന്നെ നിയമങ്ങൾ അവൻ പറയാ. നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ അതനുസരിക്കുക. അപ്പോൾ അവൻ പറയുന്നൊരു ഒടുക്ക് ചോദ്യമുണ്ട്, ആരാണ് എൻ്റെ അയൽക്കാരൻ? ഈ ചോദ്യത്തിന് മോശയുടെ നിയമത്തെ തകിടം മറിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ അസ്ഥിവാരം മാന്തുന്ന ഒരു ഉപമയാണ് യേശു പറഞ്ഞത്. എന്നറിയാമോ? ഒരു ജെറുസലേമിൽ നിന്ന് ജെറുക്കയിലേക്ക് പോകുന്ന ഒരു വ്യക്തി അവിടെ വഴിയിൽ കിടക്കുക. അവൻ്റെ അടുത്തേക്ക് ആദ്യം ചെല്ലുന്നത്, അർദ്ധപ്രാണനായി കിടക്കുന്നവൻ്റെ അടുത്തേക്ക് ആദ്യം ചെല്ലുന്നത് പുരോഹിതനാണ്. പുരോഹിതൻ ന്യായപ്രമാണം അനുസരിച്ച് ഡെഡ് ബോഡിയെ തൊട്ടാൽ അശുദ്ധനാണ്, അവന് ദേവാലയത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഈ വ്യക്തി മരിച്ചവനാണോ മരിക്കാത്തവനാണോ മരിക്കാൻ പോകുന്നവനാണോ എന്ന് അവൻ അറിഞ്ഞുകൂടാ. പുരോഹിതൻ ആ വ്യക്തിയെ തൊടാതെ പോകുന്നു. കാരണം എന്താ? അവൻ ന്യായപ്രമാണം നോക്കുന്നവനാ. ആ ഡെഡ് ബോഡിയെ തൊട്ടാൽ അവന് ബലിയർപ്പിക്കാൻ പറ്റില്ല. പിറകെ വരുന്ന ലേവായനും ഇത് തന്നെ സംഭവിക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ഇവനെ തൊടാൻ പറ്റില്ല. കാരണം തൊട്ട് കഴിഞ്ഞാൽ
ന്യായപ്രമാണം അനുസരിച്ച് അശുദ്ധനാണെന്ന്. അവന് കടന്നു പോകുന്നു. പിറകെ വരുന്ന അടുത്ത വ്യക്തി പറയാണ് സമറിയക്കാരൻ, താഴ്ന്ന ജാതിക്കാരൻ. അവൻ വന്നിട്ട് ഈ വ്യക്തി എടുത്തുകൊണ്ടു പോകുകയാണ്. എന്നിട്ട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് ഇവൻ്റെ അയൽക്കാരൻ? ഇവൻ്റെ സ്വഗോത്രത്തിൽപ്പെട്ട പുരോഹിതനാണോ, ലേവായനാണോ, അത് മറ്റു ഗോത്രത്തിൽപ്പെട്ട സമറിയക്കാരനാണോ, താഴ്ന്ന ജാതിക്കാരനായ സമറിയക്കാരനാണോ? അവിടെ നിയമഞ്ഞു നിന്ന് വിറയ്ക്കുന്നുണ്ട്. ആ നിയമഞ്ഞം പറയുന്ന മറുപടി സമറിയക്കാരനല്ല, അവനോട് കരുണ കാണിച്ചവനാരോ അവനാണെന്ന്. കാരണം അവരുള്ളിൽ ജാതി വ്യവസ്ഥ കിടക്കുക, യഹൂദൻ മുകളിലുള്ളവനും സമറിയക്കാരൻ താഴെയുള്ളവനാണെന്നുള്ളത്. അവരുള്ളിൽ നിയമം കിടക്കുക, നിയമം ലംഘിക്കപ്പെട്ടിരിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇതാണ് ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണം യേശു കാണിച്ച സമറിയക്കാരൻ്റെ ഉപമ എന്ന് പറയുന്നത്. ഇതുപോലെ ക്രിസ്തു എത്രയോ സംഭവങ്ങൾ കാണിച്ചു. ധനവാനോട് ചോദിച്ചു, ധനവാൻ പറഞ്ഞു ഞാനിന്ന് സ്വർഗത്തിൽ പോകണം, നിത്യജീവൻ പ്രാപിക്കണം, എന്ത് ചെയ്യണം? ധനവാൻ ചോദിക്കുക. അപ്പം നീ എന്ത് ചെയ്യുന്നു? പ്രമാണം നിനക്കറിയാമല്ലോ, നീ എന്ത് ചെയ്യൂ? നിയമം പറഞ്ഞു കൊടുക്കുക. ആദ്യം ഞാനിതൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് പൂർണ്ണമാവാൻ എന്ത് വേണം? അടുത്ത ചോദ്യം. അവിടെ ന്യായപ്രമാണത്തിന് അസ്ഥിവാരം മാന്തിക്കൊണ്ട് യേശു പറയുന്ന മറുപടി എന്ന് പറയും, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ വന്ന് അനുഗമിക്കുക. ഇത് ന്യായപ്രമാണത്തിലില്ല. ഇതാണ് യേശു പറയുന്നത്. ന്യായപ്രമാണത്തിൽ ഇല്ലാത്ത മറ്റൊരു വസ്തുത. അവിടെയുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് നീ എന്നെ അനുഗമിക്കേ. ഇങ്ങനെ ജീവിക്കുന്ന ജീവിതങ്ങൾ ക്രിസ്തു മതത്തിലുണ്ട്. സന്യാസ വൈദികർ, സന്യാസ സിസ്റ്റേഴ്സ്, അവർ സ്വന്തമായി സമ്പാദ്യങ്ങളൊന്നുമില്ല, അവരൊരു കൂട്ടമായി ഒരുമിച്ചിരുന്ന് സ്വന്തമായി ഒന്നുമില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ ക്രിസ്തുവിൻ്റെ ഈ പ്രമാണം അനുസരിച്ച് ഏറ്റവും അടുത്ത് അനുഗമിക്കാൻ ശ്രമിക്കുന്നവരാണ്. അടുത്ത സഹോദരൻ പറഞ്ഞ വസ്തുതയാണ് നിയമം. യേശുവിൻ്റെ നിയമം അനുസരിച്ച് ഒരു കൗള് തെരിച്ച മറ്റേ കൗള് കാണിച്ചു തരട്ടെ എന്നുള്ള കാര്യം. യേശുവിൻ്റെ നിയമത്തിൻ്റെ പ്രത്യേകത ദൈവരാജ്യത്തിൻ്റെ നിയമ, ഭൂമിയിലെ രാജ്യത്തിൻ്റെ നിയമമല്ല. യേശു എന്താ പറഞ്ഞത് പ്രസംഗിക്കുമ്പോൾ? മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ദൈവരാജ്യത്തിലാണെന്ന് കരുതുക. നമ്മളിവിടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്, ഇവിടെ സ്വർഗമാണ്, ഇവിടെ ദൈവരാജ്യമാണെന്ന് കരുതുക. ഇവിടെ ഒരു മാറ്റേണ്ട കവിള തടിക്കൂ? സകലരും വിശുദ്ധരല്ലേ? സകലരും വിശുദ്ധരല്ലേ? ഈ വിശുദ്ധർ പരസ്പരം കവിള തടിക്കുമോ? ഈ വിശുദ്ധർ മോഷ്ടിക്കുമോ? അവരെന്ത് ചെയ്യും? നിന്നോട് ഒരു വസ്ത്രം ചോദിച്ചാൽ നീ മേലങ്കി കൊടുക്കണം. നീ ആരെങ്കിലും ലോൺ പലിശയ്ക്ക് പണം കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ യേശു എന്ന് പറയുന്നറിയാമോ? പലിശ എന്നല്ല, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നീ അവർക്ക് വായ്പ കൊടുക്കുക. കാരണം അത് ദൈവരാജ്യത്തിൻ്റെ നിയമം, അടിസ്ഥാന തൊത്ത. ഇതിനപ്പുറത്തേക്ക് നിയമമില്ല. ഇപ്പം താങ്കൾ പറഞ്ഞു ഏതൊരു ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഇത് പാലിക്കാൻ പറ്റുമോ? പറ്റുകയില്ല, ദൈവരാജ്യത്തിൻ്റെ നിയമം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് സീസറിനുള്ളത് സീസറിനെ, ദൈവത്തിനുള്ളത് ദൈവത്തിന്. നിങ്ങൾ പറയുന്ന നിയമങ്ങൾ മുഴുവൻ രാജാക്കന്മാരുടെ നിയമങ്ങളാണ്, സീസറിൻ്റെ നിയമങ്ങൾ. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ നിയമം. സീസറിനുള്ളത് സീസറിന് കൊടുത്തേക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തേക്ക്. ദൈവരാജ്യം പുലരുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ ദൈവരാജ്യം പുലരുമ്പോൾ ഇതാണ് നിയമം. ഈ നിയമത്തിലുള്ളവരെ ഇവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആ നിയമത്തിൻ്റെ പൂർണ്ണതയിൽ കടന്നു വരാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് 2 മക്കളുണ്ട്. സഹോദരൻ ചോദിച്ചാൽ കൗളെടുത്തടിച്ചാൽ കാണിച്ചു കൊടുക്കുന്നു. എനിക്ക് 2 മക്കളുണ്ട്. ഒരുവൻ അപരൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു. അവൻ എൻ്റെ അടുത്തേക്ക് വരിക, എൻ്റെ ഒരു കണ്ണ് കുത്തി പൊട്ടിച്ചു പപ്പ, അവൻ എൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറയണോ, നീ കാര്യം ചെയ്തില്ലേ, നിന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചില്ലേ, ഞാൻ നിയമം നടപ്പിലാക്കാൻ പോവാ, നീ അവൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചോളൂ തിരിച്ച് എന്ന് ഞാൻ പറയുമോ? എൻ്റെ മക്കളോട് ഞാൻ പറയുമോ? എൻ്റെ അടിമകളോട് ഞാൻ പറയും, എൻ്റെ മക്കളോട് ഞാൻ പറയില്ല. ദൈവം സ്നേഹനിധിയായ ദൈവം ഇങ്ങനെയാണോ നിയമം പറയാ? ദൈവം സ്നേഹനിധി ആയതുകൊണ്ട് അവൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു കഴിഞ്ഞാൽ കണ്ണിന് പകരം കണ്ണല്ല മോനെ, പല്ലിന് പകരം പല്ലല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരൻ ഇരയുടെ കണ്ണായി മാറണം, വേട്ടക്കാരൻ ഇരയുടെ പല്ലായി മാറണം, പല്ലിൻ്റെ കുറവിലെടുത്ത്. ഇവൻ എന്ത് ചെയ്യണം? ഇവൻ വേട്ടക്കാരനോട് ക്ഷമിക്കണം. ഈ നിയമമാണ് ഇന്നത്തെ ജയിലുകൾ. നിങ്ങൾ നോക്കിക്കോളൂ, ഇന്നത്തെ ജയിലുകളുടെ നിയമം എന്താ? വേട്ടക്കാരിൽ നിന്ന് വേട്ടക്കാരൻ ഇരയെ കൊന്നു കളഞ്ഞാൽ ആ വേട്ടക്കാരനെ വേഗം ജയിലിലേക്ക് പാർപ്പിക്കുക. അവിടെ എന്താ ഉദ്ദേശം? അവൻ്റെ അംഗവിച്ഛേദനം ചെയ്യുന്നില്ല. നിയമങ്ങൾ അങ്ങനെ ഇരുന്ന് അംഗവിച്ഛേദനം ചെയ്യുക, കൊല്ലുക, കണ്ണിന് പകരം കണ്ണെടുക്കുക, പല്ലിന് പകരം പല്ലെടുക്കുക, മോഷ്ടിച്ചെന്ന് കൈ മുറിച്ച് കളയുക. ഇതല്ലേ നിയമം? ഈ നിയമങ്ങളെ മാറ്റി ഇത് പൂർത്തീകരിക്കുകയാണ് അവന് മാനസാന്തരത്തിലേക്ക് നയിക്കുക. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ജയിലുകളിരിക്കുന്നത്. മുമ്പൊക്കെ കാരാഗ്രഹം എന്ന് പറയുന്ന തടവിൽ പാർപ്പിക്കുക, അവനെ കൊല്ലുക എന്നുള്ളത്, അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ നിയമം മാറുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ നിയമമാണ് ആ നിയമമാണ് ഇവിടേക്ക് വരുന്നത്. ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് എടുക്കുകയാണ്, കൂടുതലെടുത്തോളൂ. ഓക്കെ, ആയിക്കോട്ടെ. എന്നാലും നമ്മൾ കുറേ കൗണ്ടർ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഓരോന്ന് പറയേണ്ടി വരുന്നത്. ഞാൻ വേഗം ചുരുക്കാം. ഓക്കെ, അടുത്താണ് ഫ്രീ വിൽ. അദ്ദേഹത്തിന് മനസ്സിലാവാത്തൊരു വിഷയം. അതായത് ദൈവം
മനുഷ്യന് അധികാരം കൊടുത്തു, മനുഷ്യനത് പിശാചിന് കൊടുത്തു എന്ന് പറഞ്ഞൊരു സംഭവം. ഇത് മനുഷ്യൻ്റെ ഫ്രീ വില്ലാണ്. ഫ്രീ വിൽ എന്നുള്ള വിഷയം താങ്കൾ പറഞ്ഞു. എങ്ങനെയാണ് ഈ ഫ്രീ വിൽ എന്നുള്ള വിഷയമായി പറയുന്നത്? ദൈവം കുറേ നിയമം മനുഷ്യന് കൊടുത്തു. നമ്മൾ അപ്പന്മാർ മക്കൾക്ക് നിയമം കൊടുത്തു, മക്കളെ ഇന്നെ പോലെ നീ ജീവിക്കണം, ഇതാണ് നിയമം. പക്ഷെ മകൻ അനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? മകൻ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ മക്കളെ എന്ത് ചെയ്യും? വേട്ടയാടാൻ നടക്കും, അനുസരിപ്പിക്കാൻ ശ്രമിക്കും. പിന്നെന്താ ചെയ്യുക? അവനോട് ക്ഷമിക്കും, സ്വീകരിക്കും. ഇനി അപ്പനും മക്കളോട് ചെയ്യാനുള്ളൂ. അപ്പോൾ ഫ്രീ വിൽ എന്ന് പറയുന്ന സംഗതി ഇതാ. ഒരു അപ്പൻ വേലക്കാരനോടാണെങ്കിൽ ഓക്കെ, ഈ പറഞ്ഞ ശരിയാണ്. വേലക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യജമാനൻ പറയാൻ അനുസരിച്ചോളണം. പക്ഷെ ദൈവം മക്കളെ പോലെ മനുഷ്യനെ കരുതുന്നത് കൊണ്ട് ഫ്രീ വിൽ നൽകിയിരിക്കുക. നിനക്ക് എൻ്റെ വാക്ക് അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അവൻ തീരുമാനിക്കുന്നത് പിശാചിൻ്റെ വാക്ക് അനുസരിക്കാനാണ്. അവിടെയാണ് ഈ പഴം ഭക്ഷിക്കുക എന്ന് പറയുന്ന സംഭവം. പിശാചിൻ്റെ വാക്ക് അനുസരിച്ചു. പഴം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു, സത്ത പോയി, ദൈവത്തിൻ്റെ നിയമം പോയി. പിന്നെ അവൻ നിയമം അന്വേഷിക്കുകയാണ്. എവിടെ നിയമം? കയ്യൂക്കുള്ളവൻ നിയമം ഉണ്ടാക്കുകയാണ്. ഈ കയ്യൂക്കുള്ളവൻ നിയമങ്ങളെ മൊത്തം കാണുക. പഴയ നിയമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമമല്ല. അത് തന്നെയാണ് പിന്നീട് കടന്നു വരുന്ന പ്രവാചകന്മാർ സ്വന്തം ഭരണാധികാരി ഉണ്ടാക്കുന്ന നിയമങ്ങൾ. അങ്ങനെ കയ്യൂക്കുള്ളവൻ ഭരണാധികാരിയാണ്, അവരുണ്ടാക്കുന്ന നിയമങ്ങളുടെ പ്രശ്നം അതാ. അപ്പോൾ ഈ പിശാചിന് എങ്ങനെ അധികാരം കിട്ടി? വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. യേശു ക്രിസ്തു പറയുന്നുണ്ട് മരുഭൂമിയിലെ പരീക്ഷ സമയത്ത്, ഈ കാണുന്ന മുഴുവൻ, യേശു ക്രിസ്തു കൊണ്ട് പറയുക പിശാച്, ഈ കാണുന്ന മുഴുവൻ എൻ്റെയാണ്, നീ എന്നെ സാഷ്ടാംഗം പ്രണമിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. എവിടെ നിന്ന് ഈ പിശാചിന് അധികാരം കിട്ടി? ലോകത്തിൻ്റെ അധികാരി എന്നാണ് യേശു ക്രിസ്തു പിശാചിനെ പറ്റി പറയുന്നത്. ഈ അധികാരം തിരിച്ചു പിടിക്കുകയാണ് യേശു കുരിശിൽ ചെയ്തത്. ദൈവത്തിൻ്റെ ഓക്കെ. അടുത്തത് ഫ്രീ വിൽ കഴിഞ്ഞു. പിന്നെ കോടതി പറഞ്ഞു. ഞാൻ ഇഞ്ഞൊരെണ്ണം പറഞ്ഞത് അബ്രാഹത്തിൻ്റെ ഭാര്യമാരുടെ കണക്കാണ് പറഞ്ഞത്. അതൊന്നും പറഞ്ഞല്ലോ. അബ്രാഹത്തിന് എത്ര ഭാര്യ ഉണ്ടായിരുന്നു? ഒറ്റ ഭാര്യ ഉണ്ടായിരുന്നു, സാറ. രണ്ടാമത് ഭാര്യ ഉണ്ടായിരുന്നില്ല, സാറ മാത്രമായിരുന്നു. സാറയ്ക്ക് മക്കളില്ലാതിരുന്നപ്പോൾ അന്നത്തെ കാലത്തെ ആചാരക്രമം അനുസരിച്ച് സാറയുടെ ദാസിയെ അബ്രാഹത്തിന് നൽകി. ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ വാടക ഗർഭധാരണം എന്ന് പറയാം. ഭാര്യയായി നൽകി എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിനായി നൽകി എന്നർത്ഥമുള്ളൂ. അതിനുശേഷവും ഹാഗാർ ആരുടെ കീഴിലായിരുന്നു? അബ്രാഹത്തിന് കീഴിലല്ല, സാറയുടെ കീഴിലായിരുന്നു. അബ്രാഹം അത് വ്യക്തമായി പറയുന്നുണ്ട്, നിനക്ക് ഹാഗാറിന് ഇഷ്ടമുള്ള ചെയ്തോളൂ, കാരണം ഇപ്പോഴും നിന്റെ ദാസിയാണ്, എൻ്റെ അല്ല. കുഞ്ഞിനെ സാറായുടെ എനിക്ക് കൊടുക്കുക, കുഞ്ഞിനെ. ഹാഗാറിൻ്റെ സംഭവം അതാ. അപ്പോൾ സാറ ഹാഗാറിനെ പിടിച്ച് പുറത്താക്കിയോ നിൻ്റെ ഇഷ്ടമാണ്, കാരണം എൻ്റെ ഭാര്യയല്ല, നിൻ്റെ ദാസിയാണ്. സാറ മാത്രമേ ഭാര്യയുള്ളൂ. ബൈബിൾ എടുത്ത് പരിശോധിച്ചറിയാം. ഹാഗാറിനെ അതുപോലെ കരുതി, ദാസിയായിട്ട് കരുതിയിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ സാറ മരിക്കുകയാണ്. സാറ മരിക്കുന്നു, ഹാഗാർ പോയി. സാറ മരിക്കുന്നു. സാറ മരിച്ചു കഴിഞ്ഞാൽ അബ്രാഹത്തിന് ഭാര്യയില്ല. അങ്ങനെ ഭാര്യ ഇല്ലാത്തപ്പോഴാണ് കെത്തൂറയെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഒരു ഭാര്യയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ ഒരു ഭാര്യയുള്ളൂ. അതായത് അബ്രാഹത്തിന് ഔദ്യോഗിക ഭാര്യമാർ രണ്ടാണ്. ഒന്ന് സാറ, രണ്ട് കെത്തൂറ. സാറ മരിച്ചപ്പോൾ കെത്തൂറയെ കല്യാണം കഴിച്ചു. അതിൽ 5 മക്കളുണ്ടായി. ഹാഗാർ എന്ന് പറയുന്നത് ഭാര്യ പദവിയിലുള്ളതല്ല, ദാസി പദവിയിലുള്ളതാണ്. ഭാര്യയെ നൽകി എന്ന് പറയുന്നത് ആ പ്രയോഗമാണ്. അതായത് സാറയുടെ കീഴിലുള്ളതാണ്, അബ്രാഹത്തിന് കീഴിലുള്ളതല്ല. അത് ആ സിസ്റ്റമാണ്. അന്നത്തെ കാലത്ത് വാടക ഗർഭധാരണത്തിൻ്റെ മറ്റൊരു രൂപം. അത്രയേ ഉള്ളൂ. മക്കളില്ലാത്തത് കൊണ്ട് സാറ ചെയ്ത പരിപാടി. അപ്പോൾ സാറ അബ്രാഹത്തിന് അനേകം ഭാര്യമാരിനെ തെറ്റിദ്ധരിക്കരുത്. ബൈബിൾ വായിച്ച് നമുക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാം. ഏകഭാര്യത്വം തന്നെയാണ് അബ്രാഹവും സ്വീകരിച്ചിരിക്കുന്ന നയം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് ഞാനത് പറഞ്ഞു കഴിഞ്ഞു. യേശു ക്രിസ്തു പ്രവാചകന്മാർ പറഞ്ഞ സംഭവം. ഇനി പത്രോസിൻ്റെ പ്രസംഗം, അതൊരു പറഞ്ഞ കൺക്ലൂഡ് ചെയ്യണം. പത്രോസിൻ്റെ പ്രസംഗം എന്തായിരുന്നു? ആദ്യത്തെ പ്രസംഗം. ആ പ്രസംഗം നോക്കിക്കഴിഞ്ഞാൽ ജെറുസലേമിലെ ആളുകൾ വന്നപ്പോൾ പറയുന്നത് ഇതാ, ഇതുവരെ പ്രവാചകന്മാർ എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ടായിരുന്നു, അവർക്കൊക്കെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടു. ഇനി പറയാൻ പോകുന്നത് വേറെ കാര്യം. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ദാസിമാരും നിങ്ങളുടെ വൃദ്ധന്മാരും എല്ലാവരും പ്രവചിക്കും, സകലരും പ്രവാചകന്മാർ. ക്രിസ്ത്യാനിന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? പ്രവാചക ദൗത്യമുള്ളവരാണ്. എല്ലാ ക്രിസ്ത്യാനികളും പ്രവാചക ദൗത്യമുള്ളവരാണ്. മോശ ചോദിക്കുന്നുണ്ട്, ഈ കാലത്ത് ജനം മുഴുവൻ പ്രവചിച്ചിരുന്നെങ്കിൽ എന്നെ ഒരാളെ തിരഞ്ഞെടുത്തത്? എല്ലാവരും തിരഞ്ഞെടുക്കാൻ വരുന്നില്ല ദൈവമേ. ദൈവം മോശയെ തിരഞ്ഞെടുത്ത് പ്രവാചകനായിട്ട് ജനത്തെ നയിച്ചോളാൻ പറഞ്ഞു. എന്താ എല്ലാവരും തിരഞ്ഞെടുത്തപ്പോൾ എന്താ കുഴപ്പം? എല്ലാവരും പ്രവാചകന്മാർ, എന്താ പ്രശ്നം? അതല്ല കാര്യമില്ലേ? അവന് ആർക്കും പ്രശ്നമില്ലല്ലോ. അത് മോശ ചോദിക്കുന്നുണ്ട് ദൈവത്തോട്, ഈ കാണുന്ന സകലരും പ്രവാചകന്മാരായിരുന്നെങ്കിൽ 72 പേരല്ലേ ഈ കാണുന്ന എല്ലാവരും പ്രവാചകന്മാരായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാ പറയുന്നത് മോശ. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണം, ജോയൽ പ്രവാചകന്റെ പൂർത്തീകരണം പത്രോസിലേക്ക് എടുത്ത് പറയാം. യേശുവിന്റെ കുരിശുമരണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് സകലരിലേക്ക് നൽകുന്നത് അവസാന കാലഘട്ടം. സകലരിലേക്കും പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു, നിന്റെ ദാസിദാസന്മാർ പ്രവചിക്കും. അത് എങ്ങനെ? അതും വളരെ വ്യക്തമായി അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ യേശുവിന്റെ കുരിശുമരണം പാതാളത്തിന്റെ ആത്മാവിനെ തള്ളുകയില്ല. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ വിഷയാവതരണത്തിൽ പറഞ്ഞു, പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങ് പരിശുദ്ധ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുള്ള ഭാഗത്തെടുത്തുകൊണ്ടാണ് ഇത് ക്രിസ്തുവിന്റെ ഉയർപ്പാണ്.
കുരിശുമരണത്തിന് ശേഷമുള്ള ഉയർപ്പാണ് ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിലാണ് ക്രിസ്തുമതം നിലനിൽക്കുന്നത്. ക്രിസ്തുമതത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ്. കുരിശിൽ മരിച്ചുപോയ ഒരു വ്യക്തിയല്ല, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് മരണത്തെ തോൽപ്പിച്ചത്. അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു വസ്തുതയും പത്രോസ്ലീഹയുടെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യമുള്ളത് കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ പോയൊരു വിഷയമാണ്, വിജാതീയ ഉള്ള കാര്യം. സഹോദരൻ വ്യക്തമായി വായിച്ചു നോക്കൂ. ഈ അശുദ്ധമായ ഭക്ഷണത്തിൻ്റെ അർത്ഥം എന്നറിയാമോ? വിജാതീയരായിട്ടുള്ള കണക്ഷൻ ഉണ്ട് അതിന്. പന്നികളെന്ന് വെച്ചാൽ വിജാതീയരെ ഉദ്ദേശിക്കുന്നത്. അശുദ്ധമായ ഭക്ഷണം എന്ന് പറയുന്നത് വിജാതീയ സങ്കല്പത്തിൽ, വിജാതീയരോട് സുവിശേഷം പറയാതെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന പത്രോസിൻ്റെ അടുത്തേക്ക് ഇത് വിശുദ്ധീകരിക്കപ്പെട്ടതാണ്, നിന്റെ അടുത്തേക്ക് ഇത് വിജാതീയം വരാൻ പോകുന്നു, അവൻ്റെ അടുത്തേക്ക് നീ പോകണമെന്നതിൻ്റെ തെളിവാണ് ഈ വെച്ചിരിക്കുന്ന മുകളിൽ നിന്ന് ഉയർത്തപ്പെട്ട ഭക്ഷണ സാധനം എന്ന് പറയുന്നത്. അശുദ്ധമാണെന്ന് നീ പറയരുത്, അവരെ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു, വിജാതീയരെ സ്വീകരിക്കുക എന്ന് പറയുന്നതാണ്. അത് ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ, വളരെ വ്യക്തമായി വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ടതാണെന്ന് പറയുന്നതും അതിനുശേഷം തുടർച്ചയായിട്ട് കൊർന്നേലിയസിൻ്റെ ഭവനത്തേക്ക് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ വാദഗതികളെ ഞാൻ ഖണ്ഡനം ചെയ്തത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. എന്നാണെങ്കിലും നമ്മുടെ റിബട്ടൽ സെക്ഷൻ്റെ രണ്ടാം ഭാഗവും നമ്മുടെ ജിൻഡോ ബ്രദർ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഒരു പ്രയാസകരമായിട്ട് പറയാനുള്ളത്, ഞാൻ വിഷയാവതരണത്തിലും അതുപോലെ തന്നെ ഒന്നാമത്തെ ഇതിലും വളരെ കാര്യമായിട്ട് പറഞ്ഞ ക്രൂശീകരണത്തിൻ്റെ രക്ഷയുടെ വിഷയത്തിൽ അപ്പോസ്തലന്മാരുടെ നിലപാടും അത് എങ്ങനെ കൊണ്ടുവന്നു എന്ന വിഷയത്തിൽ ഇത്രയും 10 മിനിറ്റ് എന്നുള്ള 10 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റ് അദ്ദേഹം എടുത്തിട്ടും അതിലോട്ട് കടക്കാതെ വേറെ കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം തന്നെ എന്താണ് ഞാൻ അതിൽ ചോദിച്ചത് എന്ന ചോദ്യത്തിന് അദ്ദേഹം അഡ്രസ്സ് ചെയ്യാതെ എന്തൊക്കെയോ മറുപടി പറഞ്ഞ് ഒപ്പിക്കുന്ന രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കി നിങ്ങൾ കേൾക്കുന്നവർ വിലയിരുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ യേശുവിൻ്റെ നിയമത്തെക്കുറിച്ച് അദ്ദേഹം പറയും ഏറ്റവും നല്ല നിയമം യേശുവിൻ്റെയാന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം അതിനു വേണ്ടി പറയാൻ സ്ട്രക്ചർ എടുത്തത് മോശയുടെ എല്ലാ നിയമത്തിനെ റദ്ദ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അതായത് ഭൂമിയിലുള്ള നിയമങ്ങൾ എന്ന രീതിക്കാണ് പറഞ്ഞത്. അവിടെയാണ് ഞാൻ എന്ത് പറഞ്ഞത്, യേശുവിൻ്റെ നിയമത്തിൻ്റെ പോരായ്മയായിട്ടുള്ളത്. പോരായ്മയെന്ന് ഞാൻ ആ രീതിക്കല്ല പറയുന്നത്, അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള ന്യൂനതയായിക്കൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിനെ അദ്ദേഹം കൃത്യമാക്കാതെ അത് ദൈവരാജ്യത്തെ നിയമമായിട്ട് എന്ത് ചെയ്തു, ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതൊരിക്കലും ഞാൻ ആ കൗണ്ടർ ചെയ്ത് പറഞ്ഞതിനുള്ള മറുപടി ആകില്ല എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത് പിശാചിൻ്റെ വിഷയം പറഞ്ഞു. ആ ഫ്രീ വില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. മനുഷ്യനെ ഇവിടെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള അധികാരത്തോടു കൂടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാകുന്നല്ലോ? അതിന് അദ്ദേഹം പറഞ്ഞു വന്നതെന്താണ്, ഞാൻ അതിലോട്ടല്ല ചോദ്യം കൊണ്ടുപോയത്, പിശാചിൻ്റെ വിഷയം ചോദിച്ചത്. ഞാൻ ചോദിച്ചെന്തായിരുന്നു, മനുഷ്യനെ പൂർണ്ണനായിട്ട് ദൈവം സൃഷ്ടിച്ചു. ആ മനുഷ്യൻ എന്ത് ചെയ്തു, ആ മനുഷ്യൻ അധികാരമില്ലാത്ത പിശാചിന് അധികാരം കൊടുത്തു. അതെങ്ങനെ കൊടുത്തത്, തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എവിടെ നിന്ന് വരണം, പിശാചിൻ്റെ മാർഗമാണത്. ആ പിശാചിൻ്റെ മാർഗം പിൻപറ്റിക്കൊണ്ട് അവൻ പിശാചിനെ പിൻപറ്റി. അങ്ങനെ അധികാരം കിട്ടിയ പിശാച് എന്ത് ചെയ്തു, മനുഷ്യനെ വഴി തെറ്റിച്ചു. ഇതിൻ്റെ ലോജിക്കാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ആ മറുപടിയിൽ ആ വിഷയം കടന്നു പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഏത് രീതിക്കാണോ എൻ്റെ കൗണ്ടർ ചോദ്യം വന്നത് ആ രീതിക്കുള്ള മറുപടിയിലോട്ട് അദ്ദേഹം വന്നില്ല എന്നുള്ളത് എനിക്ക് വളരെയധികം സങ്കടകരമായിട്ട് തോന്നി. ഞാൻ ഉണർത്തുകയാണ് ചെയ്തത്. ഇനി അദ്ദേഹം ഇതിന് പറഞ്ഞ ഒരു വിഷയമുണ്ട്, ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുക എന്ന് പറയും. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുക, എങ്ങനെയാണ് ലഭിക്കുക? കൃത്യമായിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കുമ്പോഴാണ് അവനിക്ക് എന്ത് കിട്ടുന്നത്, അനുഗ്രഹമായിക്കൊണ്ട് കിട്ടുന്നത്. അതിനുള്ള എല്ലാ സാഹചര്യത്തിലുമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു തർക്കം അതിനകത്തില്ല. ദൈവം കാരുണ്യവാനാണ്, നീതിമാനാണ്. എന്താണ് അതിൻ്റെ കാരണം? എല്ലാ മനുഷ്യർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ദൈവം എല്ലാ സാഹചര്യങ്ങളും നൽകിയിട്ടുണ്ട്. അവൻ്റെ കാരുണ്യമാണത്. നീതിമാനാണ്. എന്താ നീതിമാൻ? തെറ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ട് ശിക്ഷിക്കുക, നന്മ ചെയ്യുന്നതിന് കൃത്യമായിട്ട് പ്രതിഫലം നൽകുക. അതാണ് നീതി എന്ന് പറയുന്നത്. അത് തെറ്റ് ചെയ്തവനിക്കും നീതി കൊടുക്കലല്ല, അതായത് കൊടുക്കലല്ല. അപ്പോൾ ആ കാര്യത്തെ കൃത്യമായിട്ട് കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി പറയാൻ. ഇനി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നീതി എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതാണ്? ആരാണ് നീതിയുടെ അടിസ്ഥാനം പറഞ്ഞു തരേണ്ടത്? എൻ്റെ നീതി ഞാൻ പറഞ്ഞാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ
ഞാൻ കച്ചവടക്കാരനാണ്, എനിക്ക് നീതി കള്ള് കച്ചവടമാണ്. അത് നീതിയാണോ? ആ നീതിയും അനീതിയും വേർതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മാനദണ്ഡം എന്താണ്? അത് ഒന്ന് വേണം, അതിന് നിയമമായിട്ട് വേണം. അതാണ് ദൈവിക നിയമം. ആ നിയമത്തെ അദ്ദേഹം അവിടെ റദ്ദ് ചെയ്തേക്കാണ് യേശുവിൻ്റെ മരണത്തോടു കൂടി. എങ്കിൽ അതിന് മുമ്പുള്ള സമൂഹത്തിൻ്റെ ജീവിത വ്യവസ്ഥ എന്താണ്? ഇതുവരെ ജിൻഡോ എവിടെയും മറുപടിയായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു വീണ്ടും, യേശുവിൻ്റെ മരണത്തിന് മുമ്പുള്ള ജനത്തിൻ്റെ, മനുഷ്യരുടെ നീതിയുടെ മാർഗം എന്താണ്? മോശ സ്വയമായിട്ട് പറഞ്ഞതാണോ? എങ്കിൽ മനുഷ്യ നിയമമാണെന്ന് പറയേണ്ടി വരും. അതെങ്ങനെയാകും? അതൊരിക്കലും ആകില്ല. ദൈവം നൽകിയത്, മോശക്ക് നൽകിയത്, എബ്രഹാമിന് നൽകിയത്, നോഹക്ക് നൽകിയത്, ഇങ്ങനെയുള്ള സർവ്വ പ്രവാചകന്മാർക്ക് നൽകിയതാണ് നീതി. അവിടെയാണ് നാം നിൽക്കേണ്ടത്. അതിന് മനുഷ്യൻ കൈകടത്തിയോ അതല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. കൈകടത്താത്തത് കിട്ടണം. അതിനാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പ്രവാചകന്മാർ വീണ്ടും വരുന്നത്, വീണ്ടും പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു തൗറാത്തുണ്ടെങ്കിൽ പിന്നെ ഇഞ്ചിയിൽ എന്തിനാന്ന് ചോദിച്ചു. ഞാൻ കൃത്യമായിട്ട് അവിടെ ഞാൻ മറുപടി നൽകിയത്. ഇനി അദ്ദേഹം പറഞ്ഞ വിഷയം എന്താണ്? കിണറ്റിൽ എന്ന കാരണ വിഷയത്തിൽ താങ്കൾ മറുപടി പറഞ്ഞു. സത്യത്തിൽ എന്താണ് നമ്മുടെ ചോദ്യം എന്ന് പോലും താങ്കൾ മനസ്സിലാക്കാതെന്ന് പറഞ്ഞത് എനിക്ക് അതിലും പറയാനുള്ളത്. ഞാൻ ചോദിച്ചത്, ഒരാളെ കിണറ്റിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷ പ്രാപിക്കും? ദൈവം നീതിമാനാണ്, ദൈവം രക്ഷിക്കും. എങ്കിൽ ദൈവത്തിനനുസരിക്കണ്ടേ? അത് എവിടെ നിന്ന് കിട്ടുമെന്ന് എൻ്റെ ചോദ്യം. അതിനാൽ ഞാൻ പറഞ്ഞ് പറയപ്പെട്ട പ്രമാണത്തെ പിൻപറ്റണം. അപ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗം വരും. അത് ഭൗതിക തലത്തിലും അതാണ്, ആത്മീയ തലത്തിലും അത് തന്നെയാണ്. ഞാൻ അവിടെ കൃത്യമായിട്ട് പറഞ്ഞത് അവിടെയാണ്. താങ്കൾ അതിലോട്ടും പറയാതെ അവിടെ എന്തൊക്കെ വാക്കുകളാണ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ് മുന്നോട്ട് പോയി. അപ്പോൾ കൃത്യമായിട്ട് ഇത് റെക്കോർഡായതുകൊണ്ട് കൃത്യമായിട്ടിത് കേൾക്കുക. എന്തായിരുന്നു ഞാൻ അതിൽ ചോദിച്ചതെന്നുള്ളത് അവിടെ കൃത്യമായിട്ട് കിട്ടും താങ്കൾക്കത്. പിന്നെ താങ്കൾ പറയും ഈ നിയമം മാറി എന്ന് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഏത് നിയമം മാറി? എന്തൊക്കെ മാറി? താങ്കൾ അത് പറയണം വ്യക്തമായിക്കൊണ്ട്. ഇന്ന നിയമം മാറി. ഞാൻ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? പൗലോസിനോട് പറഞ്ഞു, നീയും ന്യായപ്രമാണത്തെ ക്രമമായി ആചരിക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. ക്രമമായി. അപ്പോൾ ഓരോന്നും അതിനകത്ത് ഉൾപ്പെട്ടു. ഇനി നിങ്ങൾക്ക് അതിൽ സ്പെസിഫിക്കായിട്ട് ഇതിൽ പറയാനുണ്ടോ? നിങ്ങൾക്ക് പറയാം ഇന്ന നിയമങ്ങൾ മാറി. അതപ്പോൾ നിങ്ങൾ പറയണം. പറഞ്ഞില്ല. ഇതുവരെ നിങ്ങൾ എവിടെ ഉദ്ധരിച്ചിട്ടില്ല. ഞാനവിടെ പൗലോസിനെ കുറ്റപ്പെടുത്തി വളരെ കൃത്യമായിക്കൊണ്ട് യേശുവിൻ്റെ അധ്യാപനത്തെ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്ന പൗലോസിൻ്റെ വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്താണ് മാറിയത്? നിങ്ങളവിടെ പറയണം. അത് എങ്കിലേ ചർച്ച പൂർത്തിയാവുള്ളൂ. അത് പറയാതെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പറയുന്ന ബലികൾ മാറിയിട്ടുണ്ടോ? താങ്കൾ ബലിയുടെ വിഷയം എബ്രഹാത്തിലൂടെ പറഞ്ഞു. ഞാൻ പുറകെ വരുന്നുണ്ടത്. ആ എബ്രഹാത്തിലൂടെ വന്ന ബലിയെ മാറി എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ അവിടെ എന്താണ് പറയുന്നത്? ന്യായപ്രമാണത്തിൽ ആചരിക്കുന്ന 4 പുരുഷന്മാരുണ്ടെന്നല്ല പറഞ്ഞത്. ഞങ്ങളുടെ കൂടെ നേർച്ച നേടാൻ 4 പുരുഷന്മാരുണ്ട്. ഏതാണ് 4 പുരുഷന്മാർ? ഇവിടെ ആ പറയപ്പെട്ടത് ഏത് നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞത്? അവിടെ കൃത്യമായിക്കൊണ്ട് പറഞ്ഞതാണ്, നീയും ന്യായപ്രമാണത്തെ ക്രമമായി ആചരിക്കണം എന്ന് പറഞ്ഞു. ഏതാണ് ആ ക്രമമായിട്ടെന്ന് പറഞ്ഞ നിയമം? ന്യായപ്രമാണമല്ലേ? അവിടെ ചർച്ച പരിച്ഛേദനയല്ലേ? അവരെ ആചാരങ്ങളല്ലേ? മോശയുടെ കൽപ്പനകളല്ലേ? അങ്ങനെ നീ മോശയെ ഉപേക്ഷിക്കളവൻ പറയുന്നത് നിന്നെക്കുറിച്ച് ഇവിടെ ധരിച്ചിരിക്കുന്നു. ആകയാൽ എന്താകുന്നു വേണ്ടത്? നീ വന്നിട്ടുണ്ട് എന്ന് അവർ അറിയും നിശ്ചയം. നീ വന്നിട്ടുണ്ട് എന്ന് അവർ അറിയും നിശ്ചയം. എന്നിട്ട് പറയുന്നത്, ഞങ്ങളുടെ കൂടെ 4 പുരുഷന്മാരുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് അവരോട് കൂടെ നീ എന്ത് ചെയ്യണം? നിന്നെ ശുദ്ധി വരുത്തി അവർക്ക് വേണ്ടി ചെലവ് നീ വഹിക്കുക. ഈ പറയപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് ഏതാണത്? കൃത്യമായിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. അത് മോശിക പ്രമാണത്തിൽപ്പെട്ട സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞ നാസർവ്രതമാണത്. അതല്ല എങ്കിൽ നിങ്ങൾ പറയണം ആ പറയപ്പെട്ട നാസർവ്രതമല്ല എന്ന് നിങ്ങൾ പറയണം. ആ നാസർവ്രതത്തിൽ എന്തെല്ലാമുണ്ട്? പാപപരിഹാര യാഗമില്ലേ? യേശു ക്രൂശിലൂടെ പാപപരിഹാര യാഗമായി തീർന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ വീണ്ടും പാപപരിഹാര യാഗം അവിടെ നടക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് യേശുവിൻ്റെ ക്രൂശ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം നടന്ന സംഭവമല്ല. 28 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 28 വർഷത്തിലും യെരുശലേമിലുള്ള യഥാർത്ഥ വിശ്വാസികളുടെ ഇടയിൽ ന്യായപ്രമാണം, മോശയുടെ പ്രമാണം കാലഹരണപ്പെട്ടെന്നോ അത് യേശുവിൻ്റെ മരണത്തിലൂടെ ആചരിക്കേണ്ട എന്നോ പരിച്ഛേദന ചെയ്യേണ്ട എന്നൊരു വിശ്വാസം അവിടെ ഉണ്ടായിട്ടില്ല. ഇന്ന് നിങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പരിച്ഛേദന നിങ്ങൾക്കുണ്ടോ? മീൻസ് അഗ്രപരിച്ഛേദന ഞാൻ ചോദിക്കുന്നത് ഹൃദയപരിച്ഛേദനയല്ല. അഗ്രപരിച്ഛേദനയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഹൃദയപരിച്ഛേദന വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല, എല്ലാവരും കൂടി വേണം. എങ്കിൽ അഗ്രപരിച്ഛേദനയെക്കുറിച്ചാണ് അവിടെ ചർച്ച നടക്കുന്നത്. അവിടെ അവർക്കുണ്ടായിരുന്നു. അവർ ഒരിക്കൽ പോലും അവരുടെ ജീവിത കാലഘട്ടത്തിൽ വേണ്ട എന്ന നിലപാട് എടുത്തിട്ടില്ല എന്നുള്ളത്
ഞാൻ ഇസ്ലാമിക ഗ്രന്ഥത്തിലൂടെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് എതിരെ പറയുന്ന ഏതെങ്കിലും ആൻറ്റി ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമല്ല ഞാൻ ഉദ്ധരിക്കുന്നത്. നിങ്ങൾ ദൈവികമെന്ന് വിശ്വസിക്കുന്ന, നിങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇതിനെ പിൻപറ്റുന്നെന്ന് പറയുന്ന ബൈബിളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതാണ് കൗണ്ടറിങ്ങിന് വരേണ്ടത്. ഇത്രയും സമയം സംസാരിച്ചും ആ വിഷയത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അപ്പം അതിനാണ് മറുപടി പറയും. ഇനി അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, കൊർണേലിയോസിൻ്റെ വിഷയം പറഞ്ഞു. ഞാൻ അവിടെ എന്താണ് ചർച്ച? താങ്കൾ പറഞ്ഞു അകത്തോട്ട് പോകുന്നതിലല്ല അകത്തുനിന്ന് വരുന്നതിലാണ് എന്ന് യേശുവിൻ്റെ വാക്യം പറഞ്ഞു. അവിടെയാണ് ഞാൻ ചോദിച്ചത്. എന്ത് ചോദിച്ചത്? എങ്കിൽ പത്രോസ് എന്ത് പറയുന്നുണ്ട്? ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. താങ്കൾ അതിന് പറഞ്ഞ രസകരമായ വാദം എന്തായിരുന്നു? വിജാതീയരായിട്ട് താങ്കൾ ഉപമിക്കുകയാണ് ചെയ്തത്. അവിടെ വിജാതി വിഷയം എന്താണ് പറഞ്ഞത്? അത് ഉപമയിലൂടെ പത്രോസ് കഴിക്കില്ല എന്നാ പറഞ്ഞത്. അതിന് മുന്നേ പത്രോസിന് അറിയില്ല ഇത് വിജാതീയമാണോ എന്നൊന്നും അറിയില്ല. എനിക്ക് നിഷിദ്ധമായത് ഞാൻ കഴിക്കില്ല എന്നാ പറഞ്ഞത് അവിടെ. അതിനുശേഷം ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് വിശുദ്ധമാക്കിയത് നീ അശുദ്ധമെന്ന് പറയരുതെന്ന് പറഞ്ഞു. ഇതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? പത്രോസ് കഴിക്കാൻ തയ്യാറാകുകയും കൈ നീട്ടുകയും ചെയ്യുന്നത്. ഈ സമയത്തൊന്നും വിജാതീയരാണോ ജാതീയരാണോ എന്നുള്ള ചർച്ച അതിൻ്റെ അകത്തില്ല. ഒരു ചർച്ച ഇവിടെ വന്നിട്ടില്ല. ഇതിനു ശേഷമാണ് കൊർണേലിയോസിൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് ഒരാൾ കടന്നു വരികയും ഇന്ന നാട്ടിൽ കൊർണേലിയോസ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടെന്നും അദ്ദേഹം ദൈവസ്മരണയിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്നും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതാണെന്നും എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് വെളിപാട് കിട്ടുകയും ഇന്ന സ്ഥലത്ത് ഒരാളുണ്ടെന്നും അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പത്രോസിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് പത്രോസ് ബോധ്യം വരുന്നത്, തൊട്ട് മുമ്പ് കണ്ട ദർശനം എന്ന് പറയുന്നത് വിജാതീയൻ്റെ അടുത്ത് സുവിശേഷം അറിയിക്കുവാനുള്ള ദൈവത്തിൻ്റെ മെസ്സേജാണ് എന്ന കാര്യം. അതാണ് പത്രോസ് അവിടെ ചെന്ന് പറഞ്ഞത്. ഞാനൊരു യഹൂദനായിട്ടിരിക്കെ എനിക്ക് യഹൂദന്മാരുമല്ലാതെ മറ്റാരുമായിട്ട് സമ്പർക്കമില്ല, എന്നാൽ ദൈവം എനിക്ക് ഇപ്പം തുപ്പട്ടിയിറക്കി വെളിപാട് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൂടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അല്ലാതെ താങ്കൾ ആ മറുപടി എൻ്റെ ചോദ്യത്തിലോട്ട് എത്തിയിട്ടില്ല. അത് കാണുന്നതോട് നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക, നിങ്ങളെ വിലയിരുത്തുക. എൻ്റെ ചോദ്യം എന്തായിരുന്നു, അതിന് ഇദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് എന്നുള്ളത് നിങ്ങളെ വിലയിരുത്തുക എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. താങ്കൾ അതവിടെ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. എന്താണത്? മോശയുടെ പ്രമാണത്തിന് അസ്ഥിവാരം തകർക്കുന്നതാണ് പറയുന്നത്. താങ്കൾ പറഞ്ഞ വാക്യാണ്. എന്താണ് അവിടുത്തെ വിഷയം? യേശുവിനെ കൊടുക്കുവാൻ വേണ്ടി ചോദിക്കുന്നത്. എന്താ കൊടുക്കാൻ? യേശു എങ്ങാനും അവിടെ കൊല്ലാൻ പറഞ്ഞാൽ എന്ത് ഉടനെ ഉപയോഗിക്കും? അവിടെ നിങ്ങളുടെ പണ്ഡിതന്മാരുടെ രീതി വെച്ച ഗ്രന്ഥം ഞാൻ വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത്. എന്ത് പറയും? ഇവൻ റോമൻ സൈന്യമാണ് അവിടെ ഭരണം നടത്തുന്നത്. അവിടെയുള്ള യഹൂദന്മാർക്ക് അധികാരമില്ല. അവർ റോമൻ ഗവൺമെൻറ്റിന് കീഴിൽ ജീവിക്കുന്നവരാണ്. അവിടെ അധികാരം ആർക്കുള്ളത്? റോമൻ ഗവൺമെൻറ്റിനാണ്. അവിടെ ഈ യേശു ക്രിസ്തു കൊല്ലാനൊരു കൽപ്പന പറയുമെന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതാ നിങ്ങളുടെ നിയമത്തെ അവൻ കയ്യിലെടുത്തിരിക്കുന്നു എന്ന് പറയും. അവിടെയാണ് യേശു പറഞ്ഞത്. യേശു കൊല്ലണ്ട എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ചെയ്യട്ടെ. കാരണം യേശുവിനറിയാം യേശുവിനെ കൊടുക്കാനാണ് ചോദ്യം എന്നുള്ളത്. അതുപോലെ താങ്കൾ അതേ രീതി ഒന്ന് ഉപയോഗിച്ചു. ഒരു ഒരു സുഖമില്ലാതെ കിടന്ന ആൾ മരിച്ചിട്ടുണ്ട് മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ദൈവത്തിൻ്റെ നിയമം നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് അത് മനുഷ്യരെ കരുണയ്ക്ക് വേണ്ടിയുള്ളതാണ്, പരസ്പര സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് കുടുസാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് മനസ്സിലാക്കണം. ഇവർ എന്ത് ചെയ്യുന്നു? യഹൂദന്മാർ നിയമത്തെ കൂട്ടുപിടിച്ച് കുടുസാക്കുന്നു. ഇപ്പം ഞങ്ങൾ നടന്നു പോവുകയാണ്. ഞങ്ങൾക്ക് നമസ്കരിക്കുന്ന സമയമായി പള്ളിയിൽ ബാങ്ക് കൊടുത്തു. നിസ്കാരം ഞങ്ങൾ വളരെ നിർബന്ധമാക്കപ്പെട്ടാണ്. സമയം തെറ്റിക്കാൻ പാടില്ല. പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അവിടെ പ്രാധാന്യം എന്തിനാണ് കൊടുക്കേണ്ടത്? അതാണ് അവിടെ വിഷമേശം കൊടുക്കുന്നത്. അവിടെ നീ നിയമത്തെ കൂട്ടുപിടിച്ചും ഒരു ജീവൻ, അതന്നെ നിനക്ക് ഈ ജീവനെ സംരക്ഷിച്ച് സമാധാനപരമായിട്ട് ജീവിക്കാനാണ് ദൈവകൽപ്പന ഉള്ളത്. നീ എന്ത് ചെയ്യുന്നു? അതിനെ തകടം മറിച്ചുകൊണ്ട് നീ നിയമത്തെ വളച്ചൊടിക്കാണ്. ഇതാ യേശുവിടെ പഠിപ്പിക്കുന്നത്. അല്ല മോശയുടെ നിയമത്തിൻ്റെ അസ്ഥിവാരം തോണ്ടുന്ന ഒരു വാക്കും അവിടെ യേശു പറഞ്ഞിട്ടില്ല. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? യഹൂദന്മാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെ. അതാണ് യേശുവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കാം. പിന്നെ ഹൃദയ വിശുദ്ധി ഉള്ളവർക്ക് പ്രമാണം വേണ്ട താങ്കൾ ആവർത്തിച്ച് തവണ പറഞ്ഞു. ഈ ഹൃദയ വിശുദ്ധി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒരാൾ ദൈവത്തിൻ്റെ കൽപ്പന കൊണ്ട് ആരാധനയും അവൻ്റെ കർമ്മങ്ങളും ശുദ്ധിയാക്കുമ്പോഴാണ് നമുക്ക് ഹൃദയത്തിൽ എന്തുണ്ടത് വിശുദ്ധിയാകുന്നത്. അവൻ പിന്നെ അത് വേണ്ട, പിന്നെ എന്തിനാണ് പ്രമാണിക്കേണ്ടത്? അവൻ തോന്നിയ പോലെ ജീവിക്കണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം എന്താണ്?
എൻ്റെ ചോദ്യം അവിടെ വരുന്നത്, ഈ പരിശുദ്ധാത്മാവിൻ്റെ ക്രമം നേർക്കുനേരെ ലഭിച്ചവർ എന്ന് അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് യെരൂശലേം സഭ എന്ന് പറയുന്നത്. ആ യെരൂശലേം സഭയ്ക്ക് എന്തുണ്ടായിരുന്നു? പ്രമാണമുണ്ടായിരുന്നു. അതുകൊണ്ടല്ല അവർ പൗലോസോടും പറഞ്ഞത്. അവർ ദേവാലയത്തിൽ കടന്നല്ല പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരാ? ഈ മോശയുടെ കൽപ്പന പ്രകാരം കാര്യങ്ങൾ അടക്കം ചിട്ടയോടും കൂടി തന്നെയല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചതിന് ശേഷം നിങ്ങൾ കൽപ്പന വേണ്ട എന്ന് പറയുമ്പോൾ ആ കൽപ്പനയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ചവരും ജീവിച്ചെന്ന് കാണാൻ കഴിയുന്നു. ഇനി താങ്കൾ പറഞ്ഞത് എന്താണ്? പാവമില്ലാത്തവന് കല്ലറയിട്ടെന്ന വിഷയം ഞാൻ പറഞ്ഞു. ദൈവകൽപ്പന ഞാൻ പറഞ്ഞത് കരുണയാന്ന് പറഞ്ഞു. എല്ലാം വിട്ട് ദരിദ്രർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞ കൽപ്പനയാണത്. കാരണം എന്തുകൊണ്ടാണ്? അവൻ പഴുതുകൾ നോക്കിക്കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കാണ്. ആ വ്യക്തിയുടെ ചോദ്യം അതാണ്. അവിടെ പറഞ്ഞത്. കാരണം ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്താണ് പറഞ്ഞത്? ഒട്ടകം സൂചിക്കൊള്ള കടക്കുന്നത് പോലെ പ്രയാസകരമാണെന്നല്ല പഠിപ്പിച്ചത്. കാരണം അത്ര കണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നാം യേശുവിൻ്റെ അനുയായികളുടെ ഒരു പ്രത്യേകത നമുക്ക് വായിക്കാൻ കഴിയും. എന്താണ്? അവർ ഉള്ളതെല്ലാം വിറ്റ് ഒരു പൊതു ഖജനാവിൽ നിക്ഷേപിച്ചുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് അന്നുള്ള അപ്പം സ്വീകരിക്കുന്നവരായിരുന്നു അല്ലേ? അതിനൊക്കെ അർത്ഥം എന്താണ്? അതാണ് ജീവിതത്തിൻ്റെ മാർഗം. നമ്മൾ എപ്പോഴും ജനങ്ങളുടെ കരുണയ്ക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത്, അതിനാണ് ഇസ്ലാമിൽ 2 നിയമമുള്ളത്. ഒന്ന് സക്കാത്ത്, നിർബന്ധിതമാണത്. മറ്റൊന്നാണ് സക്കാത്ത്, സദക്ക. സക്കാത്തിന് പരിധി ഉണ്ടെങ്കിൽ സദക്കയ്ക്ക് പരിധിയില്ല. അതാണ് ഇസ്ലാമിൻ്റെ നിയമം. അപ്പോൾ എന്താണോ അവിടെ എല്ലാം അതിൻ്റെ എല്ലാം പ്രാക്ടിക്കൽ ഭാഗമാണ് ഇസ്ലാമിലുള്ള പ്രവാചകനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാണാൻ കഴിയുന്നത്. അതാണ് ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതല്ലാതെ ജനങ്ങളുടെ അടുത്ത് നിയമം കൊണ്ടുപോകുന്ന വെച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. അതാണ് ആ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെന്താണ്? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, യേശുവിൻ്റെ നിയമത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ എന്താണ് നേരത്തെ പറഞ്ഞു പോയത്? അത് നിങ്ങൾ തന്നെ അവസാനം പറയണത് സ്വർഗരാജ്യത്തിലോട്ടാണ് യേശുവിൻ്റെ നിയമം വന്ന്. ഇവിടെ ജീവിക്കുന്ന നമുക്കല്ല നിയമം ആദ്യം വേണ്ടത്. സ്വർഗരാജ്യത്ത് എന്ത് നിയമം? ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് സ്വർഗരാജ്യത്ത് പ്രവേശിക്കണമെങ്കിൽ എന്തുണ്ടാവണം? ക്വാളിറ്റി ഉണ്ടാവണം. ആ ക്വാളിറ്റി ഉള്ളവർക്ക് പിന്നെ നിയമത്തിൻ്റെ ആവശ്യമില്ല. അവിടെ നിയമം വേണ്ട. കാരണം ഈ ക്വാളിറ്റി കീപ്പ് ചെയ്താൽ തന്നെ അവനവിടെ പോകുള്ളൂ. അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഫുട്ബോൾ ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ട്രയൽ കൊടുക്കും പിള്ളേർക്ക്. എന്താണ് ട്രയൽ കൊടുക്കുന്നത്? ആരാണ് അതിൽ ക്വാളിറ്റി ഈ പറയുന്നവർ കളിക്കുന്നത്, അത് ആയിക്കഴിഞ്ഞാൽ അവിടെ പോയി കളിക്കും. അതില്ലെങ്കിൽ അവനോട് ഡിസ്മിസ് ചെയ്യും. പക്ഷെ ദൈവം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല? തെറ്റുണ്ടാവില്ല. അതുകൊണ്ട് ദൈവരാജ്യത്തോട് കടക്കുന്നവർക്ക് പിന്നെ ഒരു നിയമത്തിന് ആവശ്യമില്ല. അവൻ്റെ ഹൃദയം അതുപോലെ സീലാക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. നിയമം വേണ്ടത് മനുഷ്യന് ഇവിടെയാണ്. ആ നിയമത്തിന് യേശുവിൻ്റെ നിയമം നിങ്ങൾ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും പ്രായോഗികമല്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ആ കൗണ്ടർ ചോദ്യത്തിലൂടെ ഞാൻ അതിനോട്ട് മറുപടി വന്നില്ല എന്നുള്ളതാണ്. മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് യേശു പഠിപ്പിച്ച മാർഗം. ഇത് പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അധികം ടൈമിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഒരു A4 പേപ്പർ 4 ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. യേശുവിൻ്റെ അധ്യാപനം തീരും. അത് വെച്ചിട്ട് അതിനെ പ്രാക്ടിക്കലാക്കിയ യഥാർത്ഥ ശിഷ്യന്മാർ എങ്ങനെയാണ് പ്രാക്ടിക്കലാക്കിയതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും യേശുവിനെ ആരാധിക്കുന്ന പ്രവണത കിട്ടില്ല, ആശയം കിട്ടില്ല. അതേപോലെ ന്യായപ്രവണ കാലഹരണപ്പെട്ടു പോയി യേശുവിൻ്റെ മരണത്തിലൂടെ രക്ഷ എന്ന് പറയുന്നതും കിട്ടുകയില്ല. ഇതിന് ശേഷം ഇത് നിങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പായിക്കൊണ്ട് സെക്കൻഡ് സ്റ്റെപ്പായിക്കൊണ്ട് എടുക്കുക. പിന്നെ ഇതാര് പഠിപ്പിച്ചു, എന്തിനു വേണ്ടി പഠിപ്പിച്ചു എന്ന കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കിട്ടും. യേശുവിൻ്റെ സ്വന്തം ശിഷ്യന്മാരെ ശപിക്കപ്പെട്ടവരാണെന്നും അവരെ പിടിച്ച് പുറത്താക്കണമെന്ന് പറഞ്ഞ ആശയത്തിൽ നിന്നുകൊണ്ടാണ് ഈ ആശയം എന്ന് കണ്ടെത്താൻ കഴിയും. ഞാനിപ്പോൾ എനിക്ക് 2 3 പ്രാവശ്യം ഇത് ആവർത്തിക്കുന്ന ഈ വാക്യം ആവർത്തിക്കുന്നത്. ഇതുവരെ ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ചോദിക്കുന്നില്ല. കാരണം ഇത് ചോദിച്ചു കൊടുക്കാൻ ഓർത്താണ്, പക്ഷെ ചോദിക്കുന്നില്ല. കാരണം വളരെ കൃത്യമായിക്കൊണ്ട് ബൈബിളിൽ എഴുതി വെച്ച കാര്യം ഞാൻ പറയുന്നത്. അതല്ലാതെ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന് എതിരെ ആരെങ്കിലും എഴുതിയ ഒരു പ്രബന്ധമോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ അല്ല ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. ബൈബിളിലാണ് പറയുന്നത് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ ശപിക്കപ്പെട്ടവരാണ് എന്നാണ് ആശയം പറയുന്നത്. അവരെ പിടിച്ച് പുറത്താക്കും എന്ന് പറയുന്നത്. ഈ പറഞ്ഞ വ്യക്തിയുടെ ലേഖനങ്ങൾ ദൈവവചനമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നത്. ഇത് എങ്ങനെയാണ് നാളെ യേശുവിൻ്റെ മാർഗത്തിലാണ് എന്ന് പറയാൻ കഴിയുക? ഞാനത് ചോദിക്കാൻ കാരണം, നാളെ നിങ്ങളെ വിചാരണ സമയത്ത്
നിങ്ങളുടെ ഒരു കയ്യിൽ ബൈബിൾ തന്നിട്ട് ചോദിക്കുകയാണ്, യേശു ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് കാണിച്ചു കൊടുക്കണ്ടേ? എൻ്റെ വിശ്വാസം ഇങ്ങനെയാണ്, എനിക്ക് വിശ്വാസം കിട്ടുവാനുള്ള കാരണം ഇന്നതാണ് എന്ന് പറയുവാൻ നിങ്ങളുടെ കയ്യിൽ കാണണ്ടേ? യേശു ചോദിക്കണം, ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും തിരഞ്ഞ് കാണുമോ? അതുകൊണ്ട് എനിക്ക് ഈ ചുരുങ്ങിയ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയുള്ള സമയം നിങ്ങൾ അതിനുവേണ്ടി ഒരു പരിശോധന നടത്തുക, ഒരു പഠനം നിങ്ങൾ നടത്തുക. എവിടെയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമുമായിട്ട് വൈരുദ്ധ്യത്തിൽ നിൽക്കുന്ന യേശുവിൻ്റെ ക്രൂശിലെ മരണം അല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവത്വം, ഈ വിഷയത്തിൽ യേശു എവിടെയെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. രണ്ട് കാര്യങ്ങളല്ലേ ഉള്ളൂ, ഒന്ന് യേശു ദൈവമാണ് എന്നുള്ളതും ഒന്ന് യേശുവിൻ്റെ ക്രൂശിലെ മരണം രക്ഷയാണെന്നുള്ളത്. ഇത് യേശു എവിടെ പഠിപ്പിച്ചു, യേശുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ശിഷ്യന്മാർ എവിടെ നിന്ന് മനസ്സിലാക്കി എന്ന കാര്യം നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇനിയും പറയാനുള്ളത്. ഇത് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യം എവിടെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, യേശുവിനെ അംഗീകരിച്ചുകൊണ്ട് സമൂഹം ഇന്നുണ്ടോ എന്ന് പരിശോധിച്ച് നിങ്ങൾ അതിലോട്ട് കടക്കാൻ ശ്രമിക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് അതിൻ്റെ മാർഗ്ഗം സ്വീകരിക്കാം. കാരണം എന്നെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ വ്യക്തമാക്കി തരിക എന്നല്ലാതെ ഒരിക്കലും കമ്പൽസറിയുടെ ഒരു നിലപാട് ഒരു മനുഷ്യക്കും പാടില്ല എന്നുള്ളത് കൊണ്ട് എനിക്കത് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നു. കാരണം നമ്മൾ ഇന്ന് പറഞ്ഞതും ഈ കേട്ടതും നമ്മുടെ പഠനവും എല്ലാം തന്നെ റെക്കോർഡാക്കപ്പെടുന്നുണ്ട് ദൈവസന്നിധിയിൽ. നാളെ അത് വിചാരണ സമയത്ത് ഇത് ഹാജരാക്കപ്പെടും എന്ന കാര്യം നിങ്ങൾക്ക് നല്ല ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും ഉണർത്തുകയാണ് ചെയ്ത്. നിങ്ങൾ പഠിക്കുക, പരിശോധിക്കുക. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാവുന്നു. ഏതായാലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആദ്യത്തെ സെക്ഷനുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ചോദ്യോത്തര സെക്ഷനിലൂടെ കിടക്കുകയാണ്. എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ക്രൂശീകരണത്തിലൂടെയാണ് രക്ഷ എന്ന് ലോകത്ത് ആദ്യമായി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറഞ്ഞ വ്യക്തി ആരാണ് എന്നാണ് എൻ്റെ ചോദ്യം. ഇത് ഉപമയിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാക്യത്തിലൂടെ അല്ല ചോദിക്കുന്നത്. യാതൊരു സംശയമില്ലാതെ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ കൃത്യമായിക്കൊണ്ട് യേശുവിൻ്റെ മരണമാണ് രക്ഷയ്ക്ക് ആധാരമെന്ന് ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി ആരാണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വേറെ ഒരു ഉപമയിലൂടെ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ആ വാക്യം മനസ്സിലാക്കിക്കൊണ്ട് ഏത് സമൂഹം, ഏത് വ്യക്തികൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറയണം. അത് പറയുമ്പോൾ യേശുവിൻ്റെ മരണത്തിന് മുമ്പുള്ള വ്യക്തികളിൽ നിന്നുകൊണ്ടായിരിക്കണം ആ ഉദ്ധരണി വരേണ്ടത് എന്ന കാര്യം കൂടി ഉണർത്തുകയാണ്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ലോകത്ത് ആദ്യമായി യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ് രക്ഷ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലുള്ള രക്ഷയെക്കുറിച്ച് നമ്മൾ ബൈബിളിലെ പ്രവചന ഗ്രന്ഥങ്ങൾ എടുത്തു പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം കാണുന്നത് ദൈവം ആദിന് ഹവ്വയ്ക്കും രക്ഷകനെ വാഗ്ദാനം ചെയ്യുമ്പോൾ സ്ത്രീയുടെ സന്തതി അവൻ്റെ തല തകർക്കും, സാത്താൻ അവൻ്റെ സന്തതിയുടെ കുതിക്കാൽ തകർക്കും എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അവിടെയാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് കുതിക്കാൽ തകർക്കുന്ന, അതായത് യേശുവിൻ്റെ കുരിശുമരണത്തിനുള്ള ധ്വനിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബ്രാഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നത്, തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നത് പൂർണ്ണമായും യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ പ്രവചനമാണ്. അബ്രാഹാം എങ്ങനെ പ്രവാചകനായത്? എന്തെങ്കിലും പ്രവചിക്കണ്ടേ? പ്രവചിച്ചാലേ പ്രവചനമുള്ളൂ. അബ്രാഹാം തൻ്റെ ജീവിതത്തിൽ ഒരു പ്രവചനം നടത്തിയിട്ടില്ല. ഇന്ന കാര്യം ഭാവിയിൽ ഇന്നതുണ്ടാവും എന്നുള്ള കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ കുരിശുമരണത്തെ വളരെ വ്യക്തമായി അബ്രാഹത്തിലൂടെ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോകുന്നതിലൂടെ വളരെ വ്യക്തമായി അവതരിപ്പിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ തനി പകർപ്പ്. അവിടെ കുഞ്ഞാടിനെ കാണാൻ സാധിക്കും, അവിടെ കുരിശ് കാണാൻ സാധിക്കും, അവിടെ ബലിയർപ്പണം കാണാൻ സാധിക്കും. ആ ബലിയർപ്പണത്തിലൂടെ പുത്രനെ രക്ഷിക്കുന്ന, പകരം മരിക്കുന്ന കുഞ്ഞാടിനെയും കാണാൻ സാധിക്കും. വളരെ വ്യക്തമായ പ്രവചനമാണ് അവിടെ കാണാൻ സാധിക്കുക. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വന്നാൽ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദർക്ക് തൻ്റെ ശിഷ്യന്മാർക്കും ആദ്യമായി യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത് സ്നാപയോഹനാനാണ്. സ്നാപയോഹനാൻ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് പാപം നീക്കുന്ന കുഞ്ഞാട് എങ്ങനെയാണ് ബലിയർപ്പിക്കപ്പെടേണ്ടതെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള, യേശുവിൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ പ്രതിപാദനം അവിടെ കാണാൻ സാധിക്കും. ഇനി ആരാണ് യേശുവിൻ്റെ കുരിശുമരണത്തെ പറ്റി പറഞ്ഞത്? യേശു ക്രിസ്തു തന്നെ. 3 തവണ യേശു ക്രിസ്തു തൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള, പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനം 3 തവണയാണ് പറഞ്ഞിരിക്കുന്നത്. 1-ാം പീഡാനുഭവ പ്രവചനം, 2-ാം പീഡാനുഭവ പ്രവചനം, 3-ാം പീഡാനുഭവ പ്രവചനം. ഈ പ്രവചനങ്ങളിലെ ശിഷ്യന്മാർ അത് അങ്ങനെ ഉണ്ടാവരുത്, നീ കുരിശിൽ മരിക്കും, നീ ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യം പറയുമ്പോൾ നോ, അങ്ങനെ ആവരുത് എന്ന് പറയുമ്പോൾ ഇത് രക്ഷയ്ക്ക് കാരണമായതുകൊണ്ട് നേരെ തടയരുത് എന്ന് പറയുന്നത്. ഇനി
യേശു കുരിശിൽ മരിച്ചതിന് ശേഷം ശിഷ്യന്മാരെ യേശു പഠിപ്പിച്ചത്. അതും തൻ്റെ കുരിശുമരണത്തിലൂടെ എങ്ങനെയാണ് തിരുവെഴുത്തുകൾ പൂർത്തിയാക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിൻ്റെ പ്രബോധനം പിന്നെ ശിഷ്യന്മാർക്കിടയിലേക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി പത്രോസ് ലീഗായുടെ ആദ്യത്തെ പ്രസംഗം, ജെറുസലേമിലെ പ്രസംഗം, നിങ്ങൾ ജീവൻ്റെ നാഥനെ കുരിശിൽ തറച്ചു കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ നാഥനാണ് അവൻ, കുരിശിൽ തറച്ചു കൊന്നു എന്നുള്ള വിഷയം അവതരിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനെ പറ്റി നിൻ്റെ വളരെ വ്യക്തമായി പറഞ്ഞാൽ അങ്ങേ പരിശുദ്ധന് അഴിഞ്ഞു പോകുകയില്ല, അങ്ങൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുരിശുമരണത്തിൻ്റെ ഉയർപ്പിൻ്റെ കാര്യം പറയാം. യേശു പറഞ്ഞ കാര്യമുണ്ട്. യോനായുടെ പ്രവചനം പോലെ താൻ ഭൂമിക്കടിയിൽ 3 ദിവസമായിരിക്കും എന്നുള്ള കാര്യം യേശു ക്രിസ്തു തന്നെ പറഞ്ഞതാണ്. ഇങ്ങനെ ഇത്രയും വളരെ വ്യക്തമായി ഞാൻ ഈ പൗലോസിനൊന്നും കൂട്ടിയില്ല. എന്താ പറയുക, ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ ഈ ഡയലോഗ്സിലൊന്നും ഞാൻ പൗലോസിനെ കൂട്ടി ചെയ്തേ പറഞ്ഞത്. പൗലോസിന് ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. യേശുവിൻ്റെ കാര്യം പറഞ്ഞത്, പൗലോസിൻ്റെ കാര്യം ഞാൻ പറയാനും പോയില്ല. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു, പൗലോസാണ് കൊണ്ടുവന്ന് പൗലോസിനെ പലവട്ടം പറഞ്ഞു. പക്ഷേ ഞാൻ അതിലേക്ക് വിടാൻ പോയില്ല. കാരണം യേശു തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പൗലോസിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിലൂടെ തന്നെയാണ് ഞാൻ ഈ വിഷയത്തിലൂടെ ചരിച്ചു പോയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.